ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത ചാപ്റ്റർ ആറ്റം. ആറ്റം നിങ്ങൾക്ക് അറിയാം അല്ലെ? ആറ്റം എന്താ? ആറ്റം ഫസ്റ്റ് ടൈം അല്ല കേൾക്കുന്നത്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവിസിബിൾ. അതായത് നിങ്ങളുടെ ഐഡിയ ആണ് ഉദ്ദേശിക്കുന്നത്. ആറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുക? നേക്കഡായിട്ട് കാണാൻ പറ്റും. ഓക്കെ, all the elements are composed of invisible particles. ആ ഇൻവിസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കിൾസിന് നമ്മൾ പറയുന്ന പേരാണ് ആറ്റം എന്ന് പറയാം. 9th നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ആറ്റം എങ്ങനെയാണ്. ആരാണ് ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ആറ്റം മോഡല്? ഓക്കെ, അതിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് മോഡൽ ആയിട്ട് വന്നതാരാ? മോഡൽ ജെ തോംസൺ. ജെ തോംസൺ ആണ് മോഡലായിട്ട് പ്രപ്പോസ് ചെയ്തത്. എപ്പോഴാണ് പ്രപ്പോസ് ചെയ്തതെന്ന് അറിയോ? 1904. 1904 അതായത് ആറ്റം എന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ആ ഒരു മോഡൽ ആറ്റം എങ്ങനെയാണെന്ന് പറഞ്ഞു വന്നത് ഫസ്റ്റ് വന്നതാരാ? ജെ തോംസൺ ആണ് പറഞ്ഞത് 1904. ഇനി ജെ തോംസൺ എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് അറിയാവുന്നതാ. ജെ തോംസന്റെ എക്സ്പെരിമെന്റ് അല്ല നമുക്ക് അറിയാം. ജെ തോംസൺ എന്തിനോട് ജെ തോംസൺ അല്ല പറഞ്ഞത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനുള്ള എളുപ്പത്തിലാണ് അതൊരു മോഡലിനായിട്ട് സിമിലർ ആണെന്ന് പറഞ്ഞു. പ്ലം പുഡിംഗ് മോഡൽ എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വാട്ടർമെലൺ, അല്ലെങ്കിൽ കേക്ക് അല്ലെ? വാട്ടർമെലൺ മോഡൽ എന്ന് നമുക്കത് കൂടുതൽ പഠിക്കാനായിട്ടുള്ള എളുപ്പത്തിലാണ് എന്ത് പറഞ്ഞത്? ജെ തോംസൺ പറഞ്ഞത് എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിൽ അല്ലെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് സ്ഫിയറിൽ നെഗറ്റീവ് ചാർജസ് എംബഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു തിരിഞ്ഞു പോയതാ. പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ട്, അതിൽ നെഗറ്റീവ് ചാർജസ് എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നു? എംബഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതാണ് ജെ തോംസൺ പറഞ്ഞത്. അപ്പൊ അതിനോട് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്തുമായിട്ട് കണക്ട് ചെയ്യാൻ തുടങ്ങിയത്? വേവ്സും. ആറ്റം എടുക്കുന്നത് വേവ്സ് ചാപ്റ്ററോ? വേവ്സ് അല്ല, ആറ്റം. ഓക്കെ, അപ്പൊ അതിനോട് നമുക്ക് കൂടുതൽ കണക്ട് ചെയ്ത് പറയാൻ വേണ്ടിയാണ് നമ്മൾ എന്തുമായിട്ട് പറഞ്ഞത്? കണക്ട് ചെയ്ത് വാട്ടർമെലൺ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് മോഡലുമായിട്ട് കണക്ട് ചെയ്ത് നമ്മൾ പറഞ്ഞത്. ഞാൻ തിയറിയാ പറയുന്നത്, ബിഹൈൻഡ് ദ തിയറി. ആറ്റത്തിലേക്ക് എങ്ങനെയാ വന്നതെന്നാ പറഞ്ഞു വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ വാട്ടർമെലൺ ആയിട്ട് നമ്മൾ എങ്ങനെയാ കണക്ട് ചെയ്ത് പറയുന്നത്? വാട്ടർമെലൺ അല്ലെങ്കിൽ പ്ലം പുഡിംഗ് അല്ലെങ്കിൽ കേക്കുമായിട്ട് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്ത് പറയാം. ഇപ്പൊ ഒരു വാട്ടർമെലൺ എന്ന് പറയുമ്പോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? അതായത് റെഡ് കളറിലെ പോർഷനും ഉണ്ട്, അതുപോലെ തന്നെ ബ്ലാക്ക് സീഡ്സും ഉണ്ട്. അപ്പൊ നമുക്ക് ജെ തോംസന്റെ ഈ മോഡലിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം അതുമായിട്ട്? റെഡ് കളറിലെ പോർഷൻ ജെ തോംസൺ പറഞ്ഞത് എന്താ? പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയറിൽ നെഗറ്റീവ് ചാർജസ് എംബഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഈ വാട്ടർമെലൺ ആയിട്ട് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് ആ റെഡ് ആയിട്ടുള്ള എഡിബിൾ പോർഷൻ അത് നമുക്ക് എന്തായിട്ട് കണക്ട് ചെയ്യാം? പോസിറ്റീവ്ലി ചാർജ് ആയിട്ട് കണക്ട് ചെയ്യാം. അതിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ബ്ലാക്ക് സീഡ്സിനെയാണ് നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പൊ ജെ തോംസൺ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പ്രപ്പോസ് ചെയ്തു. പക്ഷെ അതിന് ഡ്രോബാക്സ് ഉള്ളത് കൊണ്ട് വേറൊരാൾ വന്നു. ആരാ അത് കഴിഞ്ഞിട്ട് വന്നത്? റൂദർഫോർഡ് വന്ന്. റൂദർഫോർഡിന്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ 9th പഠിച്ചതാണ് അല്ലെ? ജെ തോംസന്റെ പ്ലം പുഡിംഗ് മോഡൽ കഴിഞ്ഞിട്ട് പിന്നെ വന്നതാണ് റൂദർഫോർഡിന്റെ ഗോൾഡ് ഫോയിൽ അല്ലെങ്കിൽ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് എന്ന് പറയും. അപ്പൊ റൂദർഫോർഡ് അത് പറഞ്ഞു. അതാണ് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. റൂദർഫോർഡിന്റെ സ്റ്റുഡൻസ്, അതായത് റിസർച്ച് സ്കോളേഴ്സ് ന്യൂക്ലിയസിന്റെ കൺസെപ്റ്റിലേക്ക് വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരുത്തലുമായിട്ട് ബോർ വരും ഓരോരുത്തർ വരും. ഓക്കെ, അപ്പൊ റൂദർഫോർഡ് എന്താ പറഞ്ഞു വെച്ചാൽ റൂദർഫോർഡിന്റെ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റുമായിട്ട് റൂദർഫോർഡ് വന്നു. നമുക്ക് അതിൽ പഠിക്കാനുള്ളത് റൂദർഫോർഡിന്റെ 2 റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടായിരുന്നു, PhD റിസർച്ച് സ്കോളേഴ്സ് ആയിട്ടുള്ള ഗീഗർ ആൻഡ് മാക്സൺ. ഇവര് റൂദർഫോർഡിന്റെ ആ ഒരു എക്സ്പെരിമെന്റിന്റെ ബേസിൽ അവർ ഒന്നുകൂടെ ഒബ്സർവ് ചെയ്തു. അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. റൂദർഫോർഡിന്റെ തന്നെ എക്സ്പെരിമെന്റ് അവരതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവത്തിൽ ആ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത്. എന്താണ് എക്സ്പെരിമെന്റ് എന്ന് അറിയാല്ല? എന്താ എക്സ്പെരിമെന്റ്? അതിന്റെ കൺക്ലൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് എന്താ പറയുന്നത്? ആൽഫ പാർട്ടിക്കിൾസ് എന്തിൽ കൂടെ കടത്തിവിട്ട്? ഗോൾഡ് ഫോയിൽ. ഇത് എന്തിനു വേണ്ടിയാണ് ചെയ്തത്? റൂദർഫോർഡ് എന്തിനു വേണ്ടിയാ ചെയ്തത്? വെറുതെ ആറ്റത്തിന്റെ സ്ട്രക്ചർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. ഓക്കെ, അപ്പോ ആൽഫ പാർട്ടിക്കിള് സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിള് ഒരു ഗോൾഡ് ഫോയിലിൽ കൂടെ കടത്തിവിട്ട്. അപ്പൊ എന്താ നമുക്ക് കിട്ടിയ കൺക്ലൂഷൻ? എന്താ കിട്ടിയതിന്ന്? അപ്പൊ നമ്മൾ ഈ എക്സ്പെരിമെന്റ് പഠിക്കുന്നത് ഇതിന്റെ റിസർച്ച് സ്കോളേഴ്സ് വന്നിട്ട് ഇത് ചെയ്തു. ഒന്നുകൂടെ ചെയ്തു നോക്കി, ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ചെയ്തു നോക്കി. അത് നിങ്ങൾക്ക് മെറ്റീരിയൽ വരുമ്പോൾ മനസ്സിലാവും. ഒരു ലെഡ് ബ്രിക്ക്, ഇവിടെ ഒരു ലെഡ് ബ്രിക്ക് ഉണ്ട്, ഇവിടെ ഒരു ലെഡ് ബ്രിക്ക് ഉണ്ട്. ഇതിന് നടുക്കായിട്ട് ആൽഫ പാർട്ടിക്കിളിന്റെ സോഴ്സ് വെക്കും. അതായത് സോഴ്സ് മീൻസ് ആൽഫ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംഭവം. ഓക്കെ, ഇവിടെ സോഴ്സ് വെക്കും. ആ സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ നേരെ പോകുന്നു. ഇവിടെ ഒരു ഗോൾഡ് ഫോയിൽ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെയാണ് നമ്മുടെ ഗോൾഡ് ഫോയിൽ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഗോൾഡ് ഫോയിൽ തട്ടുന്നു. ദെൻ നമുക്ക് സ്ക്രീനിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും.
ഓക്കെ, സ്ക്രീനിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതില് ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു, നമ്മൾ നേരത്തെ തൊട്ടേ പഠിക്കുന്ന ഇതിന്റെ കൺക്ലൂഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസും എങ്ങനെയാ പോയത്? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയി. അതായത് വേറെ ഡീവിയേഷൻ ഒന്നും വരുന്നില്ല. ഇവിടെ നിന്ന് പോകുന്ന ആൽഫ പാർട്ടിക്കിൾ ഒന്നും ഒരു ഡീവിയേഷനും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പാസ് ചെയ്തു പോയി. ഓക്കെ, അതിനൊരു കൺക്ലൂഷൻ നമുക്ക് പറയാനായിട്ട് എന്താ ഉള്ളത്? അതായത് ആറ്റത്തിന്റെ ഉള്ളില്, അപ്പൊ ഇതൊരു ആറ്റമായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിളും സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് തന്നെ പോയി. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ്, ഇവിടെ ഒബ്സ്റ്റക്കിൾ എന്തെങ്കിലും ഉണ്ടായാലും മാത്രമല്ല അതിൽ തട്ടിയിട്ട് തിരിച്ചു പോരത്തുള്ളൂ. ഇത് നേരെ ഓൾമോസ്റ്റ് എല്ലാ പാർട്ടിക്കിൾസും തന്നെ എങ്ങനെ തന്നെ പോയി? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോയി. ഇപ്പൊ നോക്കിക്കേ, സ്ട്രെയിറ്റ് ആയിട്ട് ആൽഫ പാർട്ടിക്കിൾസ് എല്ലാം സ്ട്രെയിറ്റ് ആയിട്ട് പോയി. ദാറ്റ് മീൻസ് മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംറ്റി. എംറ്റി ആയതുകൊണ്ടല്ലേ ഇപ്പൊ എംറ്റി ആയിട്ട് നിൽക്കുന്നു. ഇതാണ് ആറ്റം എന്ന് വിചാരിക്കുക. ഇവിടെ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പോകുന്നു. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒബ്സ്റ്റക്കിൾ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് നേരെ തിരിച്ചു വരും. പക്ഷെ ഒബ്സ്റ്റക്കിൾ ഒന്നുമില്ല, തടസ്സമൊന്നും ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? സ്ട്രെയിറ്റ് ആയിട്ട് അതിൽ കൂടെ തന്നെ പോകും. അപ്പൊ ഫസ്റ്റ് വൺ ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന കാര്യം എന്താ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്തായിട്ട് പോയി? നേരെ സ്ട്രെയിറ്റ് ആയിട്ട് പോയി, ഡിഫ്ലക്ട് ചെയ്തില്ല. ഓക്കെ, അതിന്റെ റീസൺ ആണ് നമ്മൾ പറഞ്ഞത്. മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംറ്റി. പിന്നെ വളരെ കുറച്ച് പാർട്ടിക്കിൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഒരു 1%, അതായത് 1 ഡിഗ്രിയിലൊക്കെ ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങി, ഡിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ വളരെ കുറച്ച് പാർട്ടിക്കിൾസ്, അതിനേക്കാളും കുറച്ച് പാർട്ടിക്കിൾസ് ഒരു 90 ഡിഗ്രിയിലൊക്കെ ഡിഫ്ലക്ഷൻ. അപ്പൊ ആ 90 ഡിഗ്രിയിലൊക്കെ ഡിഫ്ലക്ഷൻ കാണിക്കുന്നുണ്ടോ? അതെന്താ മീൻ ചെയ്യുന്നത്? അപ്പൊ ചെറിയ ചെറിയ ഒബ്സ്റ്റക്കിൾ എന്തോ ഉണ്ട്, അതുകൊണ്ടാണ് ഒരു 90 ഡിഗ്രിയിലൊക്കെ ഒബ്സ്റ്റക്കിൾ അത് ഡീവിയേറ്റ് ചെയ്യാൻ തുടങ്ങിയത്. പിന്നെ അതായത് ഇനി വരുന്നതെന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 1 in 10⁻⁶. 10⁻⁶ 1 എന്ന് പറയുമ്പോൾ എത്രത്തോളം ആണെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാല്ല. അപ്പൊ 10⁻⁶ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ അതിലൊരു 1 പാർട്ടിക്കിൾ മാത്രമാണ് എന്ത് ചെയ്യുക? റീഫ്രൈസ് ചെയ്തു പോവുക. റീഫ്രൈസ് ചെയ്യാൻ മീൻസ് 180 ഡിഗ്രിയിൽ, അതായത് ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതേ പാത്തിൽ കൂടെ തിരിച്ചു വരുന്നത് എത്ര ശതമാനം മാത്രം? 1 in 10⁻⁶ മാത്രമാണ് റീഫ്രൈസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റീസൺ എന്താ പറയുന്നത്? അപ്പൊ അവിടെ എന്തോ ഒരു തടസ്സം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. മറ്റേത് മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്, ഒരു ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും നേരെ തന്നെ ഡിഫ്ലക്ട് ചെയ്യാതെ പോവുകയാണെങ്കിൽ എന്താ? ആറ്റത്തിന്റെ ഉള്ളിൽ എന്തോ സ്പേസ്, എംറ്റി ആയിട്ടുള്ള സ്പേസ് ഉള്ളതുകൊണ്ട് അതിന് കടന്നു പോകാൻ തടസ്സമൊന്നുമില്ല. ഇനി 1%, അതായത് 1 in 10⁻⁶ റീഫ്രൈസ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് 180 ഡിഗ്രിയിൽ തിരിച്ചു വരുന്നു. അപ്പൊ എന്താ മീൻ ചെയ്യുക? അവിടെ എന്തോ ഉണ്ട് അല്ലെ, ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ട് അതുപോലെ തന്നെ തിരിച്ചു പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് റൂദർഫോർഡ് പറഞ്ഞ കൺക്ലൂഷൻ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആറ്റത്തിന്റെ സെന്ററിലായിട്ട് ഒരു പോസിറ്റീവ്ലി ചാർജ്ഡ് ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ, ആൽഫ പാർട്ടിക്കിളിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ആണ്. ന്യൂക്ലിയസിന് എന്ത് ചാർജാ? പോസിറ്റീവ് ചാർജ് ആണ്. സോ ആറ്റത്തിന്റെ സെന്ററിലായിട്ട് ഇപ്പൊ റൂദർഫോർഡ് കൺക്ലൂഡ് ചെയ്ത് ഈ ഒരു ഒബ്സർവേഷനിൽ നിന്ന് റൂദർഫോർഡിന് മനസ്സിലായത് ആറ്റത്തിന്റെ സെന്ററിലാണ് എന്തുള്ളത്? സംതിങ് പോസിറ്റീവ് ആയിട്ട് ഇതിന്റെ സെന്ററിൽ ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് വന്ന ആൽഫ പാർട്ടിക്കിള് സെന്റർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആൽഫ പാർട്ടിക്കിൾ പോസിറ്റീവ്ലി ചാർജഡ് അല്ലേ, ന്യൂക്ലിയസും പോസിറ്റീവ്ലി ചാർജഡ്. അപ്പൊ അവിടെ വരുന്ന ഫോഴ്സ് ഏതാ? റിപ്പൾസീവ് ഫോഴ്സ് വരും, കൂളോം റിപ്പൾസീവ് ഫോഴ്സ് വരും. ആ ഫോഴ്സിന്റെ എഫക്ട് ഉള്ളത് കൊണ്ടാണ് അത് എന്ത് ചെയ്യുക? തിരിച്ച് അതേ വഴി തന്നെ പോവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് സം പോസിറ്റീവ് ചാർജ് ഈസ് കോൺസെൻട്രേറ്റഡ് അറ്റ് ദ സെന്റർ. അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് തന്നെ പക്ഷെ കണ്ടക്ട് ചെയ്തത്. അപ്പൊ ചോദിക്കുമ്പോൾ റൂദർഫോർഡ് എക്സ്പെരിമെന്റ് എന്ന് ആയിരിക്കത്തില്ല ചിലപ്പോൾ ചോദിക്കുന്നത്, ഗീഗർ ആൻഡ് മാറ്റ്സൺ. ഓക്കെ, അവര് കണ്ടക്ട് ചെയ്ത വേർഡ് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ഇത് ജസ്റ്റ് കൺക്ലൂഷൻ മാത്രം പഠിച്ചു വെക്കുക. പിന്നെ വരക്കാനും ജസ്റ്റ് റഫ് ആയിട്ട് പഠിച്ചേക്കുക. അത് മെറ്റീരിയൽ തരുമ്പോൾ നിങ്ങൾക്ക് വൃത്തിയായിട്ട് അതിലുണ്ട്. ഇപ്പൊ ജസ്റ്റ് കീ നോട്ട്സ് മാത്രം എഴുതി പോവുക. ഒബ്സർവേഷൻ എന്താണ്, കൺക്ലൂഷൻ എന്താണ് ഇപ്പൊ തന്നെ പഠിച്ചു പോയേക്കാം. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതല്ലേ. ജസ്റ്റ് ഒബ്സർവേഷൻസ് മാത്രം ഒന്ന് നോക്കി പോവാ. അപ്പൊ എന്താ നമ്മൾ പറഞ്ഞ? ഫസ്റ്റ് ആറ്റം മോഡൽ പ്രപ്പോസ് ചെയ്തത് ജെ തോംസൺ ആയിരുന്നു. ജെ തോംസൺ എന്താ പറഞ്ഞത്? പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറഞ്ഞു. പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുമ്പോൾ അതിൽ കൺക്ലൂഷൻ എന്താ പറയാ? നെഗറ്റീവ് ചാർജസ് എംബഡഡ് ആണെന്ന് പറഞ്ഞു. പിന്നെ ടോട്ടൽ ജെ തോംസന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ആറ്റത്തിന്റെ ചാർജ് എന്തായിരുന്നു എന്നാ പറഞ്ഞത്? അത് ഓർക്കുന്നുണ്ടോ? ന്യൂട്രൽ ആയിരുന്നു. ന്യൂട്രൽ ആവാനായിട്ടുള്ള കാരണം എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതായത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്ഫിയറിൽ നെഗറ്റീവ് ചാർജസ് എംബഡഡ് ആണ്. പക്ഷെ അത് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആണ്. യൂണിഫോം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. സോ പോസിറ്റീവും നെഗറ്റീവും വരുമ്പോൾ എന്തായിട്ട് മാറും? ന്യൂട്രൽ ആയിട്ട്. അപ്പൊ അക്കോർഡിംഗ് ടു ജെ തോംസൺ ആറ്റത്തിന്റെ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രൽ ആണെന്നാണ് കൺസെപ്റ്റ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ആര് വന്നത്? റൂദർഫോർഡ് വന്നത്. റൂദർഫോർഡിന്റെ എക്സ്പെരിമെന്റിന്റെ പേരെന്താണ്? റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതിന്റെ ഒബ്സർവേഷൻ എന്തൊക്കെയാ? അപ്പൊ ഇത്ര ഒബ്സർവേഷൻ നോക്കി വെക്കുക. ഒബ്സർവേഷൻ നമ്മൾ അപ്പൊ നിങ്ങൾ ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാന്ന് വിചാരിക്കുക. വരക്കുമ്പോ ഏകദേശം ഇതിപ്പോ ഞാൻ റഫ് ആയിട്ടാ വരച്ച് കാണിച്ചേക്കുന്നത്.
നമുക്ക് വരക്കുമ്പോൾ പാർട്സ് ആയിട്ട് മെയിൻ ആയിട്ട് വേണ്ടത് 2 ലെഡ് ബ്രിക്സ് ഉണ്ട്. ലെഡ് എലമെന്റ് ആണെന്ന് മനസ്സിലായല്ല. ലെഡ് ബ്രിക്സിന്റെ നടുക്കായിട്ട് നമ്മളൊരു സോഴ്സ് വെക്കുന്നു. ആ സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾ പോകുന്നു. ഗോൾഡ് ഫോയിൽ ഉണ്ട്. സ്ക്രീനിൽ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ZNS സ്ക്രീനിൽ നമുക്കത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പൊ നമ്മളിപ്പോ ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന എന്താ? ഒബ്സർവേഷൻ ആണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്തിലേക്ക് വരാ? കൺക്ലൂഷനിലേക്ക് വരാം. അപ്പൊ നമുക്ക് കിട്ടിയ ഒബ്സർവേഷൻസ് എന്തൊക്കെയാ ഇവിടുന്ന്? ഫസ്റ്റ് വൺ എന്താ? ബേസ് ആയിട്ട് ഫസ്റ്റ് വൺ എന്താ കിട്ടിയേ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ്, ഡിഫ്ലക്ട് ചെയ്തിട്ടില്ല. കൂടുതലും എത്ര ആൽഫ പാർട്ടിക്കിൾസ് ഉണ്ടോ അതിൽ മെജോറിറ്റി ആൽഫ പാർട്ടിക്കിൾസും ഡിഫ്ലക്ട് ചെയ്തില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൺക്ലൂഷനിലേക്ക് വരാം. അപ്പൊ അതിന്റെ റീസൺ എന്താണെന്ന് ആലോചിക്കുക. അതിന്റെ റീസൺ എന്താ വരാ? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം എന്ന് പറയുന്നത് എംപ്റ്റി ആണെന്ന് പറഞ്ഞു. പിന്നെ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആണ് ഡിഫ്ലക്റ്റഡ് മോർ ദാൻ 1 ഡിഗ്രി. അതായത് 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കാം എത്രത്തോളം ഡിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊരു ഡിഫ്ലക്ഷൻ കാണിച്ചു. ദെൻ പിന്നെയും പറയാനാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ വളരെ കുറച്ച് പാർട്ടിക്കിൾസ് ആണ് ഒരു 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ഷൻ കാണിച്ചത്. ഓക്കെ, 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ഷനും കുറച്ച് പാർട്ടിക്കിൾസ് കാണിച്ചു. പിന്നെ ഏറ്റവും കുറവ് പാർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ 1 in 10⁶. അതാണ് എന്ത് കാണിച്ചത്? റീഫ്രൈസ് ചെയ്തത്. റീഫ്രൈസ് ചെയ്യാൻ മീൻസ് തിരിച്ചു വരാം. റീഫ്രൈസ് ചെയ്യുമ്പോൾ അവിടുത്തെ ആംഗിൾ എത്ര ഇരിക്കും? 180 ഡിഗ്രി. ഓക്കെ, ഇത്ര ഒന്ന് നമുക്ക് എഴുതാം. അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. എഴുതിക്കോ. ആറ്റം all the elements consist of very small invisible particle called എന്താ പറയാ? ആറ്റം. Okay, then first atom model was proposed by J.J. Thomson. ബ്രാക്കറ്റിൽ പ്ലം പുഡിംഗ് മോഡൽ എന്ന് കൊടുക്കാം. ഫസ്റ്റ് ആറ്റം മോഡൽ വാസ് പ്രപ്പോസ്ഡ് ബൈ J.J. Thomson. ബ്രാക്കറ്റിൽ പ്ലം പുഡിംഗ് മോഡൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണമെങ്കിൽ വാട്ടർമെലൺ എന്ന് എഴുതി വെച്ചോ. പിന്നെ J.J. Thomson പറഞ്ഞപ്പോ J.J. Thomson ഇതിനെ ഒരിക്കലും വാട്ടർമെലൺ ആയിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് സ്റ്റഡീസ് പിന്നെ കൂടുതലും പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയാണ്. ഇപ്പൊ J.J. Thomsonന്റെ കൺസെപ്റ്റും വാട്ടർമെലന്റെ കൺസെപ്റ്റും ഏകദേശം സെയിം ആണ്. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള ഒരു സ്പിയറിൽ നെഗറ്റീവ് ചാർജസ് എംബെഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതേ കൺസെപ്റ്റ് തന്നെ കേക്കിലും പറയുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത് എഴുതിക്കോ. റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. റൂദർഫോർഡ്സ് ഇത് നമുക്ക് പറയണോ? J.J. Thomsonന്റെ കാര്യം ഇനി പറയണ്ടല്ലോ, നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. വേണമെങ്കിൽ ഒരു പോയിന്റ് വേണമെങ്കിൽ എഴുതി വെച്ചോ, അല്ലെങ്കിൽ വേണ്ട, ജസ്റ്റ് കുഴപ്പമില്ല. അത് എക്സാമിന് അങ്ങനെ ചോദിക്കത്തില്ല. നമ്മൾ മനസ്സിലാക്കി വെക്കുക എന്താ സംഭവിക്കുന്നത് മനസ്സിലായില്ല. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള സ്പിയറിൽ നെഗറ്റീവ് ചാർജസ് എംബെഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അടുത്തത് റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ എക്സ്പെരിമെന്റ്. റൂദർഫോർഡ്സ് ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. In 1911 Geiger and Madsen performed alpha particle experiment based on the suggestions of Rutherford. Figure on the rough fight. Geiger and Madsen performed alpha particle experiment on the suggestion of Rutherford. ഒന്ന് റഫായിട്ട് വരച്ചു വെച്ചോ.
ജസ്റ്റ് നോക്കിയേ, 2 ലെഡ് ബ്രിക്സ് വെച്ചിട്ടുണ്ട്. ബ്രിക്സിന്റെ നടുക്കായിട്ട് നമ്മൾ സോഴ്സ് വെച്ചു. ഇതാണ് ഗോൾഡ് ഫോയിൽ ആയിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തേക്കുന്നത്. ഓക്കെ, ഗോൾഡ് ഫോയിൽ നോക്കിക്കേ, ഇതിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്? മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും പാസ് ചെയ്ത് പോയി. റീസൺ എന്താന്ന് മനസ്സിലായല്ല? പിന്നെ ഓക്കെ, മോസ്റ്റ് ഓഫ് ദ പാർട്ടിക്കിൾസും എന്ത് ചെയ്ത് ഇപ്പൊ ജോയിൻ ചെയ്തേക്കുന്ന ആരാ? ഇപ്പൊ ജോയിൻ ചെയ്ത ആരാ? കാർത്തികോ? ഏത് ക്ലാസ് ആടാ? ന്യൂ സ്റ്റുഡന്റ് ആണോ? ന്യൂ സ്റ്റുഡന്റ് ആണോടാ? പുതിയതായിട്ട് ജോയിൻ ചെയ്തോ? ഫിസിക്സ് എന്താവേ? ഞാനും കണ്ടിട്ടില്ല. ഓക്കെ, എടാ നീ ഫിസിക്സിൽ ഇപ്പൊ പുതിയതായിട്ട് ജോയിൻ ചെയ്തതാ? കേട്ടില്ലടാ, ഒന്നുകൂടെ പറയാവോ? ആ ഓക്കെ, ഓക്കെ. അല്ല, ഫിസിക്സ് ഓൺലൈൻ കയറി കണ്ടിട്ടില്ല, അതാ ഞാൻ ചോദിച്ചു. ഓക്കെ, ശ്രദ്ധിച്ചോട്ടെ. ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ആറ്റം ആണ് എടുക്കുന്നത്. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. കേട്ടോ കാർത്തിക്? ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഡൗട്ട് ഉള്ളത് ചോദിച്ചോട്ടാ. ബിലാല്, പ്രണവ്, ക്യാമറ ഒന്ന് ഓൺ ചെയ്തേ. മാനസ്, ക്യാമറ ഓൺ ചെയ്. എടാ ഒന്ന് ക്യാമറ ഓൺ ചെയ്യടാ. ഓക്കെ, ബിലാൽ ഓൺ ചെയ്ത്. ബാക്കി മാനസിന് ക്യാമറ ഇല്ല, എന്നോ മൈക്ക് ഒന്ന് ഓൺ ചെയ്ത്, ഒന്ന് റെസ്പോണ്ട് ചെയ്. പ്രണവ്, ക്യാമറ ഓൺ ചെയ്. ഒളിച്ചിരുന്നു. ഓക്കെ, മൈക്കും ഇല്ല, ക്യാമറയും ഇല്ല. അപ്പൊ നീ അവിടെ ഉണ്ടെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാകും മാനസേ? ഓക്കെ, ഞാനുണ്ട്. ഓക്കെ 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 ഓക്കെ, ശ്രദ്ധിച്ചോ? അപ്പൊ നമ്മൾ പറഞ്ഞ എന്താ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ്, ഇതാണ് നമ്മുടെ സോഴ്സ് എന്ന് പറയാ. സോഴ്സിൽ കൂടെ പാർട്ടിക്കിൾസ് വരുന്നു. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്ത് ചെയ്താ പോവാ? സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും അല്ലെ? പിന്നെ വെരി ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് ആണ് എന്ത് ചെയ്ത് പോവുക? ഇത് കണ്ടോ, 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു. വെരി ഫ്യൂ എന്ന് പറയുമ്പോൾ 1 in 10⁶ ആണ് എന്ത് ചെയ്യുക? റീഫ്രേസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചിട്ട് ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് എഴുതിക്കോ. രണ്ട് ഞാൻ ഒരുമിച്ച് പറയാൻ പോവാ. ഒബ്സർവേഷൻ, ഓരോ ഒബ്സർവേഷനും നോക്കുക, ഓരോ ഒബ്സർവേഷൻ എഴുതുക, ദെൻ അത് കൺക്ലൂഡ് ചെയ്യുക. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കുക. ഒബ്സർവേഷൻ, ആൽഫ പാർട്ടിക്കിൾ. ഇപ്പൊ കയറിയവര് നോക്കട്ടെ. ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ് ആണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി 9th പഠിച്ച കാര്യം തന്നെയാണ് സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്. അതിൽ എന്താണോ ഒബ്സർവ് ചെയ്തത്, അതുപോലെ കൺക്ലൂഷൻ എന്താണ്, അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, എഴുതിക്കോ. ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഒബ്സർവേഷൻ ആൻഡ് കൺക്ലൂഷൻ. ഫസ്റ്റ് വൺ നമ്മൾ എന്താ ഒബ്സർവ് ചെയ്തേ? എഴുതിക്കേ. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ അൺഡിഫ്ലക്റ്റഡ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ്. ഓക്കെ, അടുത്ത പോയിന്റ്. മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് അൺഡിഫ്ലക്റ്റഡ് എഴുതിയാൽ അടുത്ത പോയിന്റ് 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾ. 0.14%. അപ്പൊ ആലോചിക്കുക എത്രയാ വരുന്നത്? 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് മോർ ദാൻ 0 ഡിഗ്രി. മോർ ദാൻ 0 ഡിഗ്രി മീൻസ് 1 ഡിഗ്രി ആണ് ഉദ്ദേശിക്കുന്നത്. ഡീവിയേറ്റ് മോർ ദാൻ 1 ഡിഗ്രി എന്ന് എഴുതിക്കോ. ഡീവിയേറ്റ്സ് മോർ ദാൻ 1 ഡിഗ്രി. 0.14% of alpha particle deviates more than 0 degree or 1 degree. Then അടുത്തത് പിന്നെ നമ്മൾ പറഞ്ഞു 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞു. കുറച്ച് പാർട്ടിക്കിൾസ് 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അതിന്റെ നമ്പർ എന്ന് പറയുന്നത് 1 in 8000. ഓക്കെ, 8000ൽ 1. അപ്പൊ അത്രയും പാർട്ടിക്കിൾസ് ഉണ്ട്. അതിൽ ആലോചിക്കുക
1 in 8000 മാത്രമാണ് മോർ ദാൻ 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുക. ഓക്കെ, 1 in 10⁶6, അതായത് 10⁶6 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ എത്രത്തോളം പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ. 10⁶6 എന്ന് പറയുമ്പോൾ അതിന് ഒരു പെർസെന്റേജ് മാത്രമാണ് എന്ത് ചെയ്യുക, റീഫ്രേസ് ചെയ്ത് പോവുക. 1 in 8000, അതായത് ഒരു 8000 പാർട്ടിക്കിൾസിൽ ഒരു പാർട്ടിക്കിൾ മാത്രമായിരിക്കും. അപ്പൊ അത്രയും പാർട്ടിക്കിൾസും ഇതിൽ നിന്ന് കിട്ടുന്ന കൺക്ലൂഷൻ എന്താണെന്ന് മനസ്സിലായില്ലേ? മോസ്റ്റ് ഓഫ് ദ സ്പേസും എന്താണെന്നാ പറയുന്നത്, എം ടി ആണെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് 1 in 8000 പാർട്ടിക്കിൾസിൽ ഒരു പാർട്ടിക്കിൾ മാത്രമാണ് എന്ത് ചെയ്യുക, മോർ ദാൻ 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുക. 1 in 10⁶6 ഒരു പാർട്ടിക്കിൾ മാത്രം, അല്ലെങ്കിൽ 1% ഓഫ് പാർട്ടിക്കിൾ മാത്രമാണ് റീഫ്രേസ് ചെയ്ത് പോവുക. ഓക്കെ, അപ്പൊ ഇത് എഴുതിയില്ലേ, 0.14% ഓഫ് ആൽഫ പാർട്ടിക്കിൾ ഡീവിയേറ്റ് മോർ ദാൻ 0 ഡിഗ്രി. നെക്സ്റ്റ് 1 in 8000 പാർട്ടിക്കിൾസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു പാർട്ടിക്കിൾ മാത്രമായിരിക്കും എന്ത് ചെയ്യുക, മോർ ദാൻ 90 ഡിഗ്രിയിൽ ഡിഫ്ലക്ട് ചെയ്യുക. 1 in 8000 ഓഫ് ആൽഫ പാർട്ടിക്കിൾ deviates more than 90 degree. Deviates more than 90 degree. Okay, അടുത്ത പോയിന്റ് കൂടെ എഴുതിക്കോ. 1 in 10⁶6 of alpha particle rephrase അല്ലെങ്കിൽ deflected. ഓക്കെ, ഇതാണ് നമ്മൾ ഒബ്സർവ് ചെയ്തത്. അപ്പൊ ബേസിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ ഇത്രയും തൽക്കാലം നോക്കി നോക്കാം. മെറ്റീരിയൽ തരുമ്പോൾ അതിൽ കുറച്ചുകൂടെ പോയിന്റ്സ് ഉണ്ട്, അതുകൂടെ ജസ്റ്റ് നോക്കുക. ഇപ്പൊ നമ്മൾ തൽക്കാലം അറിഞ്ഞിരിക്കേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇനി കൺക്ലൂഷൻ നമുക്ക് തന്നെ പറയാമല്ലോ. ഫസ്റ്റ് വൺ, മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് എന്താ ചെയ്തു പോയത്, അൺഡിഫ്ലക്റ്റഡ് ആയിരുന്നു. റീസൺ എന്താ എഴുതിക്കോ, കൺക്ലൂഷൻ. വേണമെങ്കിൽ അതിന്റെ സൈഡിൽ തന്നെ താഴെ സ്ഥലം ഉണ്ടെങ്കിൽ എഴുതിക്കോ, അല്ലെങ്കിൽ കൺക്ലൂഷൻ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് കൊടുത്തിട്ട് എഴുതിക്കോ. കൺക്ലൂഷൻ, മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻസൈഡ് ദ ആറ്റം ഇസ് എംപ്റ്റി. Most of the space inside the atom is empty. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ മെയിൻ പിന്നെ 0 ഡിഗ്രിയിൽ ഡീവിയേറ്റ് ചെയ്തു, അതുപോലെ തന്നെ 90 ഡിഗ്രിയിൽ ഡീവിയേറ്റ് ചെയ്തു. ആൻഡ് ആ ഒരു 1 പാർട്ടിക്കിൾ 10⁶6 1 പാർട്ടിക്കിൾ റീഫ്രേസ് ചെയ്തു. അതിനുള്ള റീസൺ എന്താ, റീസൺ എന്തായിരിക്കും വരിക, ആറ്റത്തിന്റെ ഉള്ളില് ഒരു വെരി സ്മോൾ സ്പേസിലായിട്ട് പോസിറ്റീവ് ചാർജ് ഉണ്ട് അല്ലെ. അപ്പൊ അത് എഴുതിക്കോ, അടുത്ത പോയിന്റ് എഴുതിക്കോ. there is some positive charge inside the atom. There is some positive charge inside the atom in very small space. There is some positive charge inside the atom in very small space. And this positively charged center of the atom is called എന്താ പറയാ, ന്യൂക്ലിയസ്. ദിസ് പോസിറ്റീവ്ലി ചാർജ്, ഇതൊക്കെ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ തന്നെ, ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒന്നുകൂടെ പറയുന്നേ ഉള്ളൂ. ദിസ് പോസിറ്റീവ്ലി ചാർജ്ഡ് center of the atom is called nucleus. ഓക്കെ, ഇനി ഇവിടെ ഉണ്ടാവുന്ന ഫോഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഏത് ഫോഴ്സാണ് ഇവിടെ ഇൻവോൾവ് ചെയ്യുന്നത്, കൂളോംബിക് റിപ്പൾസീവ് ഫോഴ്സ് വരുന്നുണ്ട്. പിന്നെ വേറൊരു ഫോഴ്സ് കൂടെ ഇവിടെ വരും. അതേതാണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ, ആലോചിച്ച് പറയണേ. കൂളോംബിക് ഫോഴ്സ് ഉണ്ട്, കൂളോംബിക് റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. ഓക്കെ, അതെന്താ നമുക്ക് മനസ്സിലായി. പോസിറ്റീവ്ലി ചാർജ് ആയിട്ടുള്ള പാർട്ടിക്കിൾ വരുന്നു, അത് റിപ്പൾസ് ചെയ്യുന്നു. ഇനി വേറൊരു ഫോഴ്സ് കൂടെ അവിടെ വരുന്നുണ്ട്, ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേറെ ഏത് ഫോഴ്സ് ആയിരിക്കും വരിക, ന്യൂക്ലിയസ്. ആലോചിക്കണം, ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇലക്ട്രോൺസ് എന്ത് ചെയ്തോണ്ടിരിക്കുക,
റിവോൾവ് ചെയ്തോണ്ടിരിക്കുക. ഇനി ഇതൊക്കെ പറയുന്നത് ആരാ? ഇപ്പൊ നമ്മൾ പറയുന്ന ആരെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്? റൂദർഫോർഡിനെ പറ്റിയാ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് റൂദർഫോർഡ് നമ്മൾ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിനും ഡ്രോബാക്സ്. ജെ തോംസന്റെ മോഡലിന് തോംസൺ പറഞ്ഞോ? തോംസൺ എന്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ? പോസിറ്റീവ്ലി ചാർജിൽ ആയിട്ടുള്ള ഒരു സ്ഫിയറിൽ നെഗറ്റീവ് ചാർജ് എംബഡഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയതുകൊണ്ട് തന്നെ അത് എന്തായി പോകും എന്ന് പറഞ്ഞ് ന്യൂട്രൽ ആയി പോകും എന്നാണ് ജെ തോംസൺ പറഞ്ഞത്. അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ആര് വന്നത്? റൂദർഫോർഡ് വന്നത്. ഇനി റൂദർഫോർഡ് വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ആറ്റത്തിന്റെ ഉള്ളിൽ റൂദർഫോർഡ് വന്നിട്ട് പുതിയതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താ റൂദർഫോർഡ് പുതിയതായിട്ട് പറഞ്ഞ കാര്യം? ആറ്റത്തിന്റെ ഉള്ളിൽ എന്തുണ്ടെന്ന് പറഞ്ഞു? ന്യൂക്ലിയസ് ഉണ്ടെന്ന് റൂദർഫോർഡ് പറഞ്ഞു. അപ്പോ ഈ ആറ്റത്തിന്റെ ഉള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റുമാണ് ആര് റിവോൾവ് ചെയ്തോണ്ടിരിക്കുക? അപ്പോ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തോണ്ടിരിക്കുക എന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരാൾ വന്നിട്ട് പറഞ്ഞു, ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു പർട്ടിക്കുലർ ഓർബിറ്റിലാണ്, അല്ലെങ്കിൽ പർട്ടിക്കുലർ ഷെല്ലിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതാരാ പറഞ്ഞേ? ബോർ വന്നിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് പർട്ടിക്കുലർ ആയിട്ടുള്ള ഓർബിറ്റിലാണ് റിവോൾവ് ചെയ്യുന്നതെന്ന് ബോർ പറഞ്ഞു. അപ്പൊ നമുക്കിപ്പോ പറയാനുള്ളത്, നമ്മളിപ്പോ എവിടെയാ നിർത്തിയത്? റൂദർഫോർഡിന്റെ കേസാണ് നമ്മൾ പറഞ്ഞോണ്ടെന്ന് വെച്ചാൽ കൺക്ലൂഷൻ പറഞ്ഞില്ലേ? എവിടെ വരെ എഴുതി? ഫോഴ്സ്, ഏതൊക്കെ ഫോഴ്സ് ആണ് ഇൻവോൾവ് ആകുന്നതെന്ന്. അപ്പൊ നമ്മള് റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു ആറ്റത്തിന്റെ സെന്ററിലായിട്ട്, അതാണ് റൂദർഫോർഡ് കൂടുതലായിട്ട് കണ്ടുപിടിച്ച കാര്യം, ആറ്റത്തിന്റെ സെന്ററിലായിട്ട് പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺസ് ഇതിന് ചുറ്റുമല്ലേ റിവോൾവ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ ഇത് ന്യൂക്ലിയസ് ആണെന്ന് വിചാരിക്കുക, ഇലക്ട്രോൺസ് ഇതിന് ചുറ്റുമാണ് റിവോൾവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഒരു പാർട്ടിക്കിള് സർക്കുലർ മോഷനിലാണെങ്കിൽ അതിന് എന്ത് ഫോഴ്സ് കൂടെ എക്സ്പീരിയൻസ് ചെയ്യും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കൂടെ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ എന്ത് ഫോഴ്സ് ഉണ്ടാവുക? ആൽഫ പാർട്ടിക്കിൾ വിടുക. ആൽഫ പാർട്ടിക്കിൾ നമ്മൾ ചെയ്തത് എന്തിനു വേണ്ടി? ആറ്റത്തിന്റെ സ്ട്രക്ചർ പറയാൻ വേണ്ടി. അപ്പൊ ആ ഒരു എക്സ്പെരിമെന്റ് കൊണ്ട് റൂദർഫോർഡ് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്. ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? ഇത് ഓൾറെഡി ആര് പറഞ്ഞു വെച്ചതാ? നമ്മുടെ ജെ തോംസൺ പറഞ്ഞു വെച്ച കാര്യം. പക്ഷെ പുതിയതായിട്ട് കണ്ടുപിടിച്ചത്, ഇതിന് നടുക്ക് സെന്ററിലായിട്ട് ഒരു സം സ്പേസ് ഉണ്ട്. ആ സ്പേസിന് നമ്മൾ പറയുന്ന പേര് ന്യൂക്ലിയസ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഈ ഇലക്ട്രോൺസും ഈ ന്യൂക്ലിയസും തമ്മിൽ എന്ത് അട്രാക്ഷൻ ഉണ്ടാവുക? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ട്. അത് പോസിറ്റീവ്, റിപ്പൾസീവ് ആയിരിക്കും, അട്രാക്റ്റീവ് ആയിരിക്കും. അട്രാക്റ്റീവ് കാരണം ന്യൂക്ലിയസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇവരുടെ ഇടയിലും എന്തുണ്ട്? ഒരു കൂളോംബിക് അട്രാക്ഷൻ ഉണ്ട്. കൂളോംബിക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഫോഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് എന്ത് ചെയ്തോണ്ടായിരിക്കുന്നത്? റിവോൾവിംഗ് ആണ്. അപ്പൊ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുമ്പോൾ അതിന് എന്ത് ഫോഴ്സ് കിട്ടും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടും. ഓക്കെ, അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഈക്വൽ ടു കൂളോംബിക് ഫോഴ്സ്. അതും കൂടെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എഴുതിക്കോ. ദ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ബൈ ന്യൂക്ലിയസ്. ദ ഇലക്ട്രോൺസ് ആർ അട്രാക്റ്റഡ് ബൈ ന്യൂക്ലിയസ്. So it has electrostatic force of attraction, Fe. The electrons are attracted by the nucleus, so it has electrostatic force of attraction, Fe. Electrostatic force of attraction, Fe. And Fe, and electron utilizes this force. Electron utilizes this force and revolve around the nucleus. Electron utilizes this force and revolve around the nucleus and revolve around the nucleus in circular orbit. So it also has a centripetal force of attraction. Then Fe equal to Fc എന്ന് എഴുതിക്കോ. Electrostatic force of attraction equal to Coulombic force of attraction. Electrostatic force of attraction equal to Coulombic force of attraction.
ഓക്കെ, അടുത്തത് ഇതിൽ തന്നെ വരുന്ന കൺക്ലൂഷൻ ആണ്. കൺക്ലൂഷൻ ഇത് ഒബ്സർവേഷനും കൺക്ലൂഷനും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇപ്പൊ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെല്ലാം റൂദർഫോർഡ് മോഡലിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഓക്കെ, അടുത്തത് എഴുതിക്കോ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ഒരു ഇക്വേഷൻ ആണ്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, പറഞ്ഞോട്ടെ. ഡിസ്റ്റൻസ് ഓഫ് എന്താ പ്രശ്നം? പറഞ്ഞോ എന്തൊരു പ്രശ്നം ഉണ്ടാ? ഓക്കെ, ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കും. അപ്പോ റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ പറഞ്ഞു സെന്ററിൽ എന്താ ഉള്ളത്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് എന്ത് ചാർജാ ഉള്ളത്? പോസിറ്റീവ് ചാർജ്, ഇസഡ്. ഇതറിയാലോ. ഓക്കെ, പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. ഇലക്ട്രോൺസ് ഇതിന് ചുറ്റും എന്ത് ചെയ്തോണ്ടിരിക്കും? റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കും. ഇനി ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ നിന്ന് വരികയാണെന്ന് വിചാരിക്കാം. സോഴ്സിൽ നിന്ന് ആൽഫ പാർട്ടിക്കിൾസ് വരികയാണെന്ന് വിചാരിക്കാം. ആൽഫ പാർട്ടിക്കിൾ ഇങ്ങനെ വരുക, എവിടം വരെ വരും? ഇത് വന്നാലും ആൽഫ പാർട്ടിക്കിള് ഇങ്ങനെ വരും. ഇത് വന്നാലും എവിടം വരെ വരും? അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലെ? എവിടം വരെ വരാൻ പറ്റും? അതായത് സെന്റർ ലൈനിൽ കൂടെ. വേറെ ഇപ്പൊ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ കൂടി വന്നാൽ ഇങ്ങനെ പോവാം, അതിന് കുഴപ്പമില്ല. ഇവിടെ കൂടെ വന്നാലും ഇങ്ങനെ പോവാം. പക്ഷേ സെന്റർ ലൈനിൽ കൂടെ വരുന്ന ആൽഫ പാർട്ടിക്കിളിന്, കറക്റ്റ് എക്സാക്ട്ലി സെന്റർ ലൈനിൽ കൂടെ വരുന്ന ആൽഫ പാർട്ടിക്കിളിന് എവിടം വരെ വരാൻ പറ്റും? ന്യൂക്ലിയസ്. ഇപ്പൊ ഇത് വന്നാലും എന്താ പറയാ, ഇത് എത്ര ശ്രമിച്ച് വന്നാലും ഇവിടെ എത്തിക്കഴിയുമ്പോ അത് എന്ത് ചെയ്യും? ചിലപ്പോ ഇവിടെ വരെയൊക്കെ വരും, കുഴപ്പമുണ്ടാവില്ല. കുറച്ചും കൂടെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുക? ഇങ്ങോട്ട് അടുക്കുവോ? ഇതിനടുക്കാൻ പറ്റുമോ? ഇല്ല. ആ ഒരു മിനിമം ഡിസ്റ്റൻസ് മാത്രമേ ആർക്ക് വരാൻ പറ്റത്തുള്ളൂ? ആൽഫ പാർട്ടിക്കിളിന് വരാൻ പറ്റുള്ളൂ. കാരണം ആൽഫ പാർട്ടിക്കിളും പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂക്ലിയസും പോസിറ്റീവ് ചാർജ്. സോ ഈ ആൽഫ പാർട്ടിക്കിൾ എത്ര ശ്രമിച്ചാലും ഇതിനൊരു മിനിമം ഡിസ്റ്റൻസ് മാത്രമേ വരാൻ പറ്റുള്ളൂ. ആ ഒരു സെന്റർ ലൈനിൽ കൂടെ പാസ് ചെയ്യുന്ന ആൽഫ പാർട്ടിക്കിൾസിന് ഒരു മിനിമം ഡിസ്റ്റൻസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് between the alpha particle passes through the center line of the nucleus and center of the atom. അതായത് അതിനൊരു മിനിമം ഡിസ്റ്റൻസ് മാത്രമേ സെന്റർ ലൈൻ ഓഫ് ദ ന്യൂക്ലിയസ് അല്ലെങ്കിൽ സെന്റർ ഓഫ് ദ ആറ്റത്തിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഓക്കെ, എഴുതിക്കോ. ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ്. അപ്പൊ അത്ര ആലോചിച്ചാൽ മതി. എന്താ ആലോചിക്കണ്ടേ? ആൽഫ പാർട്ടിക്കിളിന് ആ ഒരു മിനിമം ഡിസ്റ്റൻസ് മാത്രമേ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് അതിന് പോകാൻ പറ്റത്തില്ല. കാരണം എന്താന്ന് മനസ്സിലായാലും രണ്ടും പോസിറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവിടെ എന്താ നടക്കും? റിപ്പൽഷൻ നടക്കും. അപ്പൊ എഴുതിക്കും, ഇറ്റ് ഈസ് എ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൽഫ പാർട്ടിക്കിൾ ക്ലോസസ്റ്റ് അപ്രോച്ചിനെ നമുക്ക് വേണമെങ്കിൽ ഡി വെച്ച് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആർ നോട്ട് വെച്ച് ഡിനോട്ട് ചെയ്യാം. ഇറ്റ് ഈസ് ദ മിനിമം ഡിസ്റ്റൻസ് അറ്റ് വിച്ച് ആൽഫ പാർട്ടിക്കിൾ passes through the center line of the nucleus and center of the nucleus and center of atom. ഓക്കെ, അപ്പൊ നമ്മള് ഇതിന്റെ ഇക്വേഷനിലേക്കാണ് ഇനി പോവാൻ പോകുന്നത്. നന്ദന പറയട്ടെ ഇനി, അല്ലെ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച് എന്താന്ന് നന്ദന പറയട്ടെ. പറയും നന്ദന. വാട്ട് ഈസ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്? ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മള് സ്റ്റേറ്റ്മെന്റ് എന്താ എഴുതിയ? ജിയോ ഒന്ന് ഹെൽപ്പ് ചെയ്തേ. ഓക്കെ, ജിയെ ഹെൽപ്പ് ചെയ്യ. അവളെ എഴുതിയായിരുന്നു, ഇപ്പൊ സപ്പോർട്ട് ചെയ്യണം. ഇത്രയും നേരം അങ്ങനെ ഇരുന്നില്ലല്ലോ. This is the minimum distance at which alpha particle passes through the center line of the nucleus and the center of atom. ഇനി നമ്മൾ ഇക്വേഷൻ ആണ് പറയാൻ പോകുന്നത്. ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ചിന് നമുക്കൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, അതിനുവേണ്ടി അപ്പൊ ഈ പാർട്ടിക്കിൾസിന് ഡെറിവേഷൻ ആണ് ഈ ചാപ്റ്റർ. ഇപ്പൊ സ്റ്റാർട്ടിങ്ങിൽ മാത്രമേ ഇങ്ങനെ കുറച്ച് പോകത്തുള്ളൂ.
പക്ഷെ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡെറിവേഷനാണ്. ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് കറക്റ്റ് ആക്കി മനസ്സിലാക്കി വെക്കുക. റൂദർഫോർഡിന്റെ ഇതുകൊണ്ട് അതുപോലെ ബോറിന്റെ കേസിൽ നമുക്ക് പറയാനുണ്ട്. ടോട്ടൽ എനർജി കണ്ടുപിടിക്കുക പാർട്ടിക്കിളിന്റെ, അതായത് ആ ഒരു പാർട്ടിക്കിളിന്റെ ഇലക്ട്രോൺസ്, ഇപ്പൊ ഇലക്ട്രോൺസ് റൊട്ടേറ്റ് ചെയ്യുന്നു, ആ ഇലക്ട്രോണിലുള്ള എനർജി സിമ്പിൾ ആണ്, ശ്രദ്ധിച്ചിരുന്നാൽ മതി. അപ്പൊ നമ്മൾ ഇപ്പൊ പറഞ്ഞ ഈ ഒരു പാർട്ടിക്കിളിന് എനർജി ഉണ്ടാവും അല്ലെ. എനർജി എന്ന് പറയുമ്പോൾ അതിനൊരു ടോട്ടൽ എനർജിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആ എനർജിയിൽ നിന്നാണ് നമ്മൾ ഡിസ്റ്റൻസിന്റെ ഇക്വേഷനിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ കൈനറ്റിക് എനർജി ഉണ്ടാവും, ഒരു പാർട്ടിക്കിളിന് കൈനറ്റിക് എനർജി ഉണ്ടാവും. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചത്? ഹാഫ് mv². ദെൻ ഇനി ഇത് സ്റ്റേബിൾ കണ്ടീഷൻ ആകുമ്പോൾ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും ഈക്വൽ ആവും. സ്റ്റേബിൾ എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക, സ്റ്റേബിൾ എന്ന് പറയുന്നത് എന്താ മീൻ ചെയ്യുക? ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഇക്വിലിബ്രിയം കണ്ടീഷനിൽ പാർട്ടിക്കിൾസിന്റെ എനർജീസ് ഈക്വൽ ആവും. ഇനി പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആലോചിച്ച് പറയണം. mgh നമുക്ക് വേണ്ട. mgh വരുമോ? mgh എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴാ പൊട്ടൻഷ്യൽ എനർജിക്ക് mgh എന്ന് പറഞ്ഞ ഇക്വേഷൻ കൊടുക്കുക? ഒരു സർട്ടൈൻ ഹൈറ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതാണ്. നമുക്കിപ്പോ അതൊന്നും വേണ്ട. പൊട്ടൻഷ്യൽ എനർജി അല്ലാതെ പൊട്ടൻഷ്യൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, kq1q2/r അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് kq1q2/r ഇതെന്തായി എഴുതി വെച്ചേക്കുന്നത്? പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജസ് അല്ലെ. പൊട്ടൻഷ്യൽ ഒരു 2 പോയിന്റ് അല്ല, പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിന്റ് ചാർജ്. പോയിന്റ് ചാർജ് കൊണ്ട് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ആണ് നമ്മൾ എഴുതി വെച്ചത്. പിന്നെ പൊട്ടൻഷ്യൽ എനർജി ഓഫ് 3 പാർട്ടിക്കിൾ സിസ്റ്റം, 2 പാർട്ടിക്കിൾ സിസ്റ്റം, ഇതൊക്കെ നമ്മൾ പഠിച്ചതാ അല്ലെ. അപ്പൊ ഇനിയുള്ള കേസിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുക, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ രണ്ടും വരാം. mgh വരുന്ന കേസ് ആലോചിച്ചിട്ട് മാത്രം വിളിച്ചു പറയാം. ഓക്കെ, അപ്പൊ കൈനറ്റിക്കും ഉണ്ട് പൊട്ടൻഷ്യലും ഉണ്ട്. ഇനി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിക്ക് ഒരു മാറ്റം വരുത്താൻ പോവാ. അപ്പൊ സ്റ്റേബിൾ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കൈനറ്റിക് ശ്രദ്ധിക്കണം. ഫസ്റ്റ് നമ്മൾ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എഴുതി, ദിസ് ഇസ് ടേക്കൻ ആസ് ഇക്വേഷൻ നമ്പർ 1. ആൻഡ് ദെൻ നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എഴുതി, P E equal to kq1q2/r. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ട എന്താ? ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. അതിനെ നമുക്ക് d എന്ന് നൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ r0 എന്ന് നൊട്ടേറ്റ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ r-ന് പകരം ഇവിടെ നമ്മൾ r എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഡിസ്റ്റൻസ് ആണ് അല്ലെ. അപ്പൊ വേണമെങ്കിൽ എനിക്കിപ്പോ r-ന് പകരം ഞാൻ d എന്ന് എഴുതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ d എന്ന് കൊടുത്താൽ r എന്ന് എഴുതിയാലും ഓക്കെ ആണ്, ഡിസ്റ്റൻസ് d എന്ന് എഴുതിയാലും ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റേബിൾ കണ്ടീഷനിൽ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ആണ്. സോ കൈനറ്റിക് എനർജി Ke ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജി ഞാൻ കൊടുക്കുക K ഇൻറ്റു, ഇനി ശ്രദ്ധിച്ചേ Q1. Q1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? Q1 നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒരെണ്ണം ആൽഫ പാർട്ടിക്കിളും ഉണ്ട്, വേറെ എന്താ ഉള്ളത്? ന്യൂക്ലിയസും ഉണ്ട് അല്ലെ. Q1 എന്ന് പറയുമ്പോൾ ഇപ്പൊ ഞാൻ ആൽഫ പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം. ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എന്താണെന്ന് അറിയോ? 2e. ഓക്കെ, ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് 2e. അത് ഞാൻ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. Q2 എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാൾക്കാരെ ഉള്ള, ആരൊക്കെ ഉള്ളത്? ആൽഫ പാർട്ടിക്കിൾ ഉണ്ട്. വൺ ഇസ് ആൽഫ പാർട്ടിക്കിൾ ആൻഡ് അനദർ വൺ ഇസ് ന്യൂക്ലിയസ്. സോ നമ്മൾ ആൽഫ പാർട്ടിക്കിളിന്റെ ചാർജ് എഴുതി. ഇനി എന്താ ഉള്ളത്? ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? Zd. Zd എന്ന് പറഞ്ഞാൽ നമ്മൾ ന്യൂക്ലിയസിന്റെ ചാർജ് നമ്മൾ പൊതുവെ പറയുമ്പോൾ പോസിറ്റീവ് Zd എന്നാണ് നമ്മൾ പറയാറ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ കേസ് ആവുമ്പോൾ ഇസഡിന്റെ വാല്യൂ എന്തായിരിക്കും? 1. അപ്പോഴാണ് നമ്മൾ പോസിറ്റീവ്. ഇൻ ദ കേസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം നമുക്ക് എന്തെന്ന് പറയാം? പോസിറ്റീവ് E എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം? Q2ന്റെ പ്ലേസിൽ എന്ത് കൊടുക്കാം? Zd ഡിവൈഡഡ് ബൈ d. ഓക്കെ, അപ്പൊ Ke ഈക്വൽ ടു എങ്ങനെ എഴുതാം? K ഇൻറ്റു 2Ze²/d. ഓക്കെ, എഴുതിക്കും. ഇത് നമുക്ക് ഡിയിലേക്ക് എത്തണ്ട, ഇത്ര ഒന്ന് എഴുതിക്കേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണേ. കൈനറ്റിക് എനർജി ഈക്വൽ ടു mv². ഡി ആവുമ്പോ എങ്ങനെ വരും? ഇനി നേരെ തിരിച്ചിട്ടാൽ മതി. ഡി ഈക്വൽ ടു 2 ഇൻറ്റു കെ Zd² ഡിവൈഡഡ് ബൈ കെ. കെ എന്ന് പറഞ്ഞാൽ എന്താ? ഈ കെ എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായല്ല? കെ എന്ന് പറഞ്ഞാൽ എന്താ? കെയുടെ വാല്യൂ പറഞ്ഞേ. K ഈക്വൽ ടു 1/4πε0. അപ്പൊ വേണമെങ്കിൽ അത് കൊടുക്കാം നമുക്ക്. D is equal to 1/4πε0 2 ഇൻറ്റു ബാക്കിയുള്ള എന്താ? Zd² ഡിവൈഡഡ് ബൈ K. ഓക്കെ, ഇതാണ് ഡിസ്റ്റൻസ് ഓഫ് ക്ലോസസ്റ്റ് അപ്രോച്ച്. ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചെഴുതിക്കുക. പിന്നെ ഇല്ല, ഇത് ബൈ ഹാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഇക്വേഷൻ ഒക്കെ. ഇനി വരുന്ന കുറെ ഇക്വേഷൻസ് ഉണ്ട്, നമുക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. അതുപോലെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഈ ഫുള്ള് നമ്മൾ MGH എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ മര്യാദക്ക് യൂസ് ചെയ്തിട്ടില്ല. നമ്മൾ ഫുള്ള് പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ എടുക്കുക? K × Q1Q2/D. ദെൻ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലാവുമ്പോൾ കൈനറ്റിക് എനർജി ഈക്വൽ ടു പൊട്ടൻഷ്യൽ ആകും. അത് ജസ്റ്റ് ഇക്വേറ്റ് ചെയ്യുക. അതിൽ നിന്ന് നമ്മൾ എന്തിന്റെ വാല്യൂലേക്ക് കൊണ്ടുവരിക? ഡിയുടെ വാല്യൂലേക്ക് കൊണ്ടുവരാം. ഇതിന് നമ്മൾ ആക്ച്വലി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ, സ്റ്റേബിൾ ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും D is equal to 30 × 10⁻⁻15 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഇതൊന്നും വേണ്ട, ജസ്റ്റ് വാല്യൂ നോക്കി വെച്ചാൽ മതി എങ്ങനെയാ വരുന്നതെന്ന്. അല്ലെങ്കിൽ 30 ഫെമറ്റോമീറ്റർ എന്ന് പറഞ്ഞു വരും. വേഗം എഴുതിക്കോ. അടുത്തതൂടെ എടുക്കാം. ഈ മെറ്റീരിയൽ നിങ്ങൾക്ക് തരുമ്പോൾ അത് കഴിഞ്ഞ് ഇമ്പാക്ട് പാരാമീറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വേണ്ട. അത് കഴിഞ്ഞ വർഷം തന്നെ എഡിറ്റഡ് ആയിരുന്നു. അത് നോക്കേണ്ട ആവശ്യമില്ല. എടുത്തായിരുന്നോ സ്കൂൾ ഇമ്പാക്ട് പാരാമീറ്റർ? എടുത്തായിരുന്നോ? പക്ഷെ അത് വേണമെന്ന് വെച്ചാൽ ഇക്വേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. എടുത്തിട്ടില്ലല്ലോ? എടുത്തോ? അത് ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. വലിയ കാര്യത്തിലില്ല അത് പറയാനൊന്നും. കഴിഞ്ഞ വർഷം ഡെലീറ്റഡ് ആയിരുന്നു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് B = cot θ/, അങ്ങനെ എന്തോ 5 മാർക്കിനാ? കാൽക്കുലേറ്റ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ. അല്ലടാ ഞാൻ പറഞ്ഞതാ, എഴുതി വെച്ചോ. കാൽക്കുലേറ്റ് ചെയ്യാൻ വരും എന്നാണെങ്കിൽ എഴുതി വെച്ചോ. വാല്യൂസ് ഞാൻ പറഞ്ഞുതരാം. അതായത് ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എന്താ പഠിച്ചു വെക്കേണ്ടത്? കൈനറ്റിക് എനർജി പഠിച്ചു വെക്കുക. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ടാ വരുന്നത്. ബാക്കി എല്ലാം അറിയാമല്ല. ഇതിന്റെ വാല്യൂ എന്താ? അത് മാക്സിമം വാല്യൂ, അതായത് മാക്സിമം നമ്മൾ കൺസിഡർ ചെയ്തിട്ടാ പറയുന്നത്. മിനിമം അല്ല. അവിടെ വരുന്ന ആ ഒരു ഇലക്ട്രോണിന്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്ന മാക്സിമം വാല്യൂ. നമുക്ക് മാസ് ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അത് കണ്ടുപിടിച്ചേക്കുന്നത് എക്സ്പെരിമെന്റലി വെരിഫൈഡ് ആയിട്ടുള്ള കാര്യമാണ് 7.7 എന്ന് പറയുന്നത്. ബാക്കി വാല്യൂസ് എല്ലാം അറിയാലോ. ബാക്കി എന്തൊക്കെയാ വരുന്നത്? അല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞതാ. എന്നാലും നോക്കിക്കോ. ബാക്കി എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് ചെയ്തേക്കുന്നത്. ഓക്കെ, എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കൈനറ്റിക് എനർജിയുടെ വാല്യൂ വേണമെങ്കിൽ എഴുതി വെച്ചോ സൈഡിൽ. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 7.7 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ബാക്കി എല്ലാം ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് 30 × 10⁻⁻15 കിട്ടും. കുഴപ്പമില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. അടുത്ത ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രോൺ ഓർബിറ്റ്സ്. കഴിഞ്ഞില്ലേ ഇത്രേ? ഓക്കെ, അടുത്ത ഹെഡിങ് കൊടുത്തു. ഇത് ഡെറിവേഷൻ ആണ്, ശ്രദ്ധിക്കാം. അപ്പൊ റൂദർഫോർഡ് എക്സ്പെരിമെന്റിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രോണിന്റെ ഇപ്പൊ ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് ഹെഡിങ് കൊടുക്കുമെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ടോട്ടൽ എനർജിയാ. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായി. നമ്മൾ എവിടെന്നാ തുടങ്ങിയ? ആറ്റം എന്താന്ന് പറഞ്ഞു, ആറ്റത്തിന്റെ സ്ട്രക്ചർ പറഞ്ഞു, റൂദർഫോർഡിലെത്തി. അപ്പൊ അക്കോർഡിംഗ് ടു റൂദർഫോർഡ് എന്താ പറഞ്ഞേ? ആറ്റത്തിന്റെ സെന്ററിൽ ന്യൂക്ലിയസ് ഉണ്ട്, ഇലക്ട്രോൺ റിവോൾവിംഗ് ആണെന്ന് പറഞ്ഞു. ആ ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ടാവില്ലേ? അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, എന്താണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്ന് മനസ്സിലായ? ആറ്റത്തിന്റെ സെന്ററിലെ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ് ഓർബിറ്റിൽ കൂടെ ആണെന്നൊക്കെ പറഞ്ഞതാണ് ബോർ പറഞ്ഞത്. റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് സെന്ററിലെ ന്യൂക്ലിയസ്, ഇലക്ട്രോൺസ് ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിന് മൂവിങ് ആണ് അല്ലെ? അപ്പൊ അതിനൊരു എനർജി ഉണ്ടാവും. എനർജി എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും, പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവും, കൈനറ്റിക് എനർജി ഉണ്ടാവും. നമ്മൾ അത് ജസ്റ്റ് കണ്ടുപിടിക്കുക. അതാണ് അടുത്ത ചെയ്യാൻ പോകുന്നത്. ഇലക്ട്രോൺ ഓർബിറ്റ് ഹെഡിങ് കൊടുത്തോ, ഇലക്ട്രോൺ ഓർബിറ്റ്.
ഓക്കെ, തുടങ്ങാം. ഇലക്ട്രോൺ ഓർബിറ്റ്. അപ്പൊ ഇലക്ട്രോൺ ഓർബിറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ കൺസെപ്റ്റ് പറഞ്ഞു തന്നു. എന്താ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു തന്നു. ഇതെന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് എന്താ? പോസിറ്റീവ് ചാർജ് ZD. പിന്നെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ? നെഗറ്റീവ് ചാർജ് ആണ് ഇലക്ട്രോണിന്റെ ചാർജ്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന ആ ഇലക്ട്രോണിന്റെ എന്താ കണ്ടുപിടിക്കാൻ പോകുന്ന എനർജിയാണ് നമ്മൾ ഇലക്ട്രോണിന്റെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടത്തെ കേസിൽ ഞാനിപ്പോ ഹൈഡ്രജൻ ആറ്റം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഇസഡിന്റെ വാല്യൂടെ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പൊ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടിംഗിൽ പറയുവാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഹൈഡ്രജൻ ആറ്റം ആണ്. ഹൈഡ്രജൻ ആറ്റം ആയതുകൊണ്ട് തന്നെ ഇസഡിന്റെ വാല്യൂ ഫോർ ഹൈഡ്രജൻ ആറ്റം ഇസഡ് ഈക്വൽ ടു എന്താണ്? 1. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഓരോ കൺസെപ്റ്റും ആലോചിച്ചെടുക്കുക. ഇലക്ട്രോണിന്റെ എനർജി ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇലക്ട്രോൺ, കൺസിഡർഡ് ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ സർക്കുലർ ഓർബിറ്റ്, അതിന് എന്ത് ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക? കൺസിഡർഡ് ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ എ പെർട്ടിക്കുലർ സർക്കുലർ ഓർബിറ്റ്, വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് എക്സ്പീരിയൻസ്ഡ് ബൈ ദിസ് ഇലക്ട്രോൺ? ഏതായിരിക്കും? സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ ആയിട്ട് എഴുതി വെച്ചോ, considered an electron moving in a circular orbit, considered an electron moving in a circular orbit, it experiences, considered an electron moving in circular orbit, it experiences a centripetal force. It experiences a centripetal force. Okay, അപ്പൊ ഇക്വേഷൻ എന്താ വരാ സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ? mv square by centripetal force Fc equal to mv square by r. This is equation number 1. Okay, അത് നമ്മൾ എഴുതി. അടുത്തത് ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ, ഹൈഡ്രജൻ ആറ്റം ആണ്, ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ എന്ത് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക? ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ എന്ത് ഫോഴ്സ് ആ ഉണ്ടാവുക? റിപ്പൾസീവ് ആണോ? അട്രാക്റ്റീവ് ഫോഴ്സ് ആ ഉണ്ടാവുക. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അപ്പൊ അവിടെ വരുന്ന ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ വരിക? രണ്ട് ചാർജ് തമ്മില് എന്താ ഇക്വേഷൻ വരിക? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതല്ലേ? KQ1. ഡൗട്ട് ഉണ്ടോ? എന്ത് പറ്റി? ഓക്കെ, രണ്ട് ചാർജ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ. ആ ലോ എന്ന് പറഞ്ഞേ, എന്തായിരുന്നു നമ്മുടെ ലോ? കൂളംസ് ലോ. അത് ലോയാണ് ഞാൻ ചോദിച്ചത്. ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ ബിറ്റ്വീൻ എനി ടു ചാർജ് is directly proportional to product of their charge and inversely proportional to the square of distance between them. ഇവിടെ രണ്ട് ചാർജ് അല്ലേ കൊടുത്തേക്കുന്നത്. അപ്പൊ ആ രണ്ട് ചാർജും തമ്മിലും ഇവിടെ എന്താ ഉള്ളത്? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആണുള്ളത്. അപ്പൊ ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണുള്ളത്. വൺ ഇസ് നെഗറ്റീവ് ആൻഡ് അനദർ ഇസ് പോസിറ്റീവ്. അപ്പൊ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവുക. അപ്പൊ ഇവിടെ വരുന്ന കൂളോംബിക് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? F equal to K Q1 Q2 by അല്ലെങ്കിൽ 1/4πε0 Q1 Q2 by R square. ഇനി Q1 ന്റെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. F equal to Q1 ന്റെ വാല്യൂ എന്താ? Q1 ഞാൻ മാഗ്നിറ്റ്യൂഡ് ഞാനിപ്പോ എന്താ പറയാ കൺസിഡർ ചെയ്യുന്നു. ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കൺസിഡർ ചെയ്യാം. അപ്പൊ E into E divided by R square. So F equal to 1/4πε0 E square by R square. Okay. അപ്പോ നമുക്കിവിടെ രണ്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് ഫോഴ്സ് കിട്ടിയിട്ടുണ്ട്. രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്തേ അപ്പൊ എങ്ങനെ വരും? Centripetal force equal to Coulombic force. This is equation number 2. കുറച്ച് വലിയ ഡെറിവേഷനാ ശ്രദ്ധിച്ചിരിക്കുക. ഇക്വേഷൻ രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? mv square by r equal to
ഇ സ്ക്വയർ ബൈ 4πε0 ആർ സ്ക്വയർ. ഓക്കെ, ഇതിന് നമുക്ക് എന്ത് ക്യാൻസൽ ചെയ്ത് കളയാം? ആറ് പോയി. അപ്പൊ ബാക്കിയുള്ളത് എം വി സ്ക്വയർ ഈക്വൽ ടു ഇ സ്ക്വയർ ബൈ 4πε0 ആർ. ഓക്കെ, നമുക്ക് എന്താ നമ്മൾ കണ്ടുപിടിക്കാൻ പോയത്? എന്താ ഈ ഇലക്ട്രോൺ മൂവ് ചെയ്യുമ്പോഴുള്ള അതിന്റെ എനർജിയാണ് കണ്ടുപിടിക്കാൻ പോവുക. അപ്പൊ നമുക്ക് എനർജി എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ടോട്ടൽ എനർജി എന്ന് വരുമ്പോൾ എന്തൊക്കെ വരും? അതില് കൈനറ്റിക് എനർജിയും വരും, പൊട്ടൻഷ്യൽ എനർജിയും വരും. അപ്പൊ നമുക്ക് ഇത് ഇത്രയും ഞാൻ ജസ്റ്റ് പറഞ്ഞ കൺക്ലൂഷൻ, രണ്ട് കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. കൺസിഡർ ആൻ ഇലക്ട്രോൺ മൂവിങ് ഇൻ എ സർക്കുലർ ഓർബിറ്റ്, ഇറ്റ് എക്സ്പീരിയൻസസ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അതുപോലെ തന്നെ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഒരു കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. അത് രണ്ടും കൂടെ എഴുതി നമ്മൾ കൺക്ലൂഷൻ ഇവിടെ വരെ എത്തി. ഇനി വാട്ട് ഇസ് ദ കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഹാഫ് എം വി സ്ക്വയർ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? എം വി സ്ക്വയർ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെ, എം വി സ്ക്വയർ കിട്ടി. കൈനറ്റിക് എനർജി ആണ് ഇപ്പൊ കണ്ടുപിടിക്കുന്നത്. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കെ ഇ ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. എം വി സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട്. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് എം വി സ്ക്വയർ ഇൻ ഇക്വേഷൻ നമ്പർ 4. 4 കൊണ്ടുവന്ന് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Substituting the value of എം വി സ്ക്വയർ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 3 in 4 എന്ന് കൊടുത്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 3 in 4. അപ്പൊ എന്ത് കിട്ടി? കെ ഇ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എം വി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇ സ്ക്വയർ ബൈ 4πε0 ആർ. സോ കൈനറ്റിക് എനർജി കെ ഇ ഈക്വൽ ടു എന്താ വരാ? ഇ സ്ക്വയർ ബൈ 4 into 2 8. അപ്പൊ 8πε0 ആർ. ദിസ് ഇസ് ദ ഇക്വേഷൻ ഓഫ് കൈനറ്റിക് എനർജി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, കൈനറ്റിക് കിട്ടി. നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാം. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്താ? പി ഇ ഈക്വൽ ടു കെ Q1. ഓൺലൈനിൽ കയറിയേക്കുന്നവർക്ക് ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ ചോദിക്കണം കേട്ടോ. 1/4πε0 Q1 Q2 by R. ഓക്കെ, പൊട്ടൻഷ്യലിന്റെ കേസിൽ നമ്മൾ എന്ത് ചെയ്യാം? നെഗറ്റീവ് സൈൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ ഈക്വൽ ടു 1/4πε0. Q1ന്റെ വാല്യൂ ഒരെണ്ണം എന്താ? പോസിറ്റീവ് ചാർജ് ആണ്, ന്യൂക്ലിയസ്. അതുപോലെ തന്നെ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് ആണ്, ഡിവൈഡഡ് ബൈ ആർ. സോ എന്ത് നമുക്ക് കിട്ടി? പി ഇ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഈക്വൽ ടു നെഗറ്റീവ് ഇ സ്ക്വയർ ബൈ 4πε0 ആർ. നെഗറ്റീവ് ഇ സ്ക്വയർ ബൈ 4πε0 ആർ. അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജിയും കിട്ടി, പൊട്ടൻഷ്യൽ എനർജി കിട്ടി. ഡിഫറൻസ് ഒന്ന് നോക്കിക്കേ, പഠിച്ചു വെക്കാൻ ഈസിയാ. കൈനറ്റിക് എനർജി എന്താ? ഇ സ്ക്വയർ ബൈ 8πε0 ആർ. പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ എന്താ? നേരെ പകുതിയായി, പക്ഷെ ഒരു മൈനസ് വന്നിട്ടുണ്ട്. ഇനി ടോട്ടൽ എനർജി. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഇസ് എ സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ടോട്ടൽ എനർജി കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് കൈനറ്റിക് എനർജി? കൈനറ്റിക് എനർജി എന്താ ഇവിടെ തന്നേക്കുന്നത്? ഇ സ്ക്വയർ ബൈ 8π. നിങ്ങൾക്ക് ബോർഡ് ക്ലിയർ ആണോ? ഓൺലൈനിൽ കയറിയിരിക്കുന്നവര് ബോർഡ് ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്ത്, അല്ലെങ്കിൽ എനിക്ക് മായ്ച്ചിട്ട് എഴുതാനാ. ആബ്സെന്റ് ഇടോട്ടാ ഞാൻ മാനസിനൊക്കെ. എടാ ഒന്ന് പറയടാ. ബിലാലെ ക്യാമറ ഓൺ ചെയ്തടാ. ഞാൻ എപ്പോഴും വിളിച്ചോണ്ടിരിക്കണ. എല്ലാരും ക്യാമറ ഓൺ ചെയ്. ക്യാമറ ഓൺ ചെയ്യടാ. മനസ്സ് മെസ്സേജ് ഇടണ്ട, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് കുറെ. പ്രണവിന് എന്താ ക്യാമറ ഓൺ ചെയ്താ? എടാ ബോർഡ് ക്ലിയർ ആണോ അല്ലയോ എന്നൊന്ന് റെസ്പോണ്ട് ചെയ്. റേ ഒപ്റ്റിക്സ് അല്ലേ എന്നാ? എന്റെ ദൈവമേ, ആറ്റം എടുത്ത് ഞാൻ പകുതി ആയി കഴിഞ്ഞപ്പോ റേ ഒപ്റ്റിക്സ് അല്ലേ എന്നാ നീ ചോദിക്കണേ? എടാ എടാ മൈക്ക് ഓൺ ചെയ്ത് പറയും നീ. സാറാ പോസ് ചെയ്ത്
ഓക്കെ, അപ്പൊ നമുക്ക് കൈനറ്റിക് എനർജി എന്താ കിട്ടിയേ? കൈനറ്റിക് എനർജി കിട്ടി E²/8πε0r. ആൻഡ് വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ എനർജി? നമുക്ക് കിട്ടിയത് -E²/4πε0r. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ടോട്ടൽ എനർജി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ കൈനറ്റിക് എനർജി കിട്ടുന്നത് E²/8πε0r പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? -E²/4πε0r. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്ത് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം? E²/4πε0r ഞാൻ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഇവിടെ എന്താ ഉള്ളതിന്? 1/2. ഓക്കെ, ഇനി എഴുതിയാൽ കാണാൻ പറ്റത്തില്ല, അത് റെസ്പോണ്ട് ചെയ്യാനുള്ളത്. കഴിയുമ്പോ അവിടം വരെ എഴുതി കഴിയുമ്പോ പറയണേ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വരെ എത്തി. E²/4πε0r 1/2 -1. 1/2 -1 എന്ന് പറഞ്ഞാൽ എന്താ? -1/2. അപ്പൊ E²/4πε0r into -1/2. സോ എന്ത് കിട്ടി? -E²/8πε0r. ഓക്കെ, അപ്പൊ റൂദർഫോർഡിന്റെ കേസിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആരുടെ കേസാണ്? റൂദർഫോർഡിന്റെ കേസിലാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറയാ? ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് എന്ന് പറയുന്നത് എന്താ? സെന്ററിലുള്ള പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള പോർഷനെ നമ്മൾ പറയുന്ന പേരാണ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി അതനുസരിച്ച് പറയുവാണെങ്കിൽ ആ ഇലക്ട്രോണിന് ഒരു എനർജി ഉണ്ട്. നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എവിടെ നിന്നാ? അപ്പോ ഇലക്ട്രോൺ അതായത് ന്യൂക്ലിയസിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിന് എന്ത് ഫോഴ്സ് കിട്ടും? സെൻട്രിപിറ്റൽ ഫോഴ്സ് കിട്ടും. അതുപോലെ തന്നെ ആ ഇലക്ട്രോണും ന്യൂക്ലിയസും തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്, കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. സോ അതിൽ നിന്നാണ് നമ്മൾ ടോട്ടൽ എനർജിയിലേക്ക് എത്തിയത്. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ കൈനറ്റിക് എനർജി. ഇതൊന്ന് ബോക്സ് ചെയ്തിട്ടേക്കോട്ടെ. ഇപ്പൊ പറയുന്ന 3 കാര്യങ്ങൾ. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ. കൈനറ്റിക് എനർജി എന്താ കിട്ടുക? E²/8πε0r. ഒന്ന് ഓർത്ത് വെച്ചേക്കാം. E²/8πε0n. And what is the value of potential energy? Potential energy equal to എന്താ വരാ? -E²/4πε0r. And what is the value of total energy? Total energy എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -E². അതായത് കൈനറ്റിക് എനർജിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഒരു നെഗറ്റീവ് സൈൻ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. E²/8πε0r. ഇത് ഓർത്ത് വെക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? കൈനറ്റിക് എനർജിയുടെ സെയിം തന്നെയാണ് ടോട്ടൽ എനർജി കിട്ടിയിരിക്കുന്നത്. ഓൺലി ഡിഫറൻസ് ഇസ് there's a നെഗറ്റീവ്. ഓക്കെ, പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എന്താ വന്നത്? നേരെ ഹാഫ് ആയിട്ട് കാണിച്ചേക്കുന്നു. ഇതൊന്ന് ബോക്സ് ചെയ്ത് വെക്കണേ. ഇനി ഈ നെഗറ്റീവ് സൈൻ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ട്രോൺ ഇസ് ബൗണ്ടഡ് ടു ദ ന്യൂക്ലിയസ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ആ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ തന്നെ ബൗണ്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പോസിറ്റീവ് സൈൻ ആണെങ്കിൽ മീൻസ് ട്രൈ ടു എസ്കേപ്പ് ചെയ്യുക, ന്യൂക്ലിയസിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ബോർ മോഡൽ. അപ്പൊ റൂദർഫോർഡ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് അപ്പൊ ജെ തോംസൺ വന്നിട്ട് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോ ജെ തോംസന് കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അടുത്ത ആര് വന്നത്? റൂദർഫോർഡ് വന്നത്. ഓക്കെ, ജെ തോംസൺ പറഞ്ഞു. ജെ തോംസന്റെ രീതിയിൽ ജെ തോംസന്റെ ഒരു മോഡൽ പ്രപ്പോസ് ചെയ്തു. അതിന് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് റൂദർഫോർഡ് വന്നു. അപ്പൊ റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ ടോട്ടൽ എനർജി ഇവിടെ വരെ കണ്ടുപിടിച്ചു. ഓക്കെ, പക്ഷേ റൂദർഫോർഡും തെറ്റാണെന്നാണ് ആര് പറഞ്ഞു വന്നത്? തെറ്റാണെന്നല്ല, ഓക്കെയാണ്. ആറ്റത്തിന്റെ ഉള്ളിൽ പോസിറ്റീവ്ലി ചാർജും ഉണ്ട്, നെഗറ്റീവ് ചാർജും ഉണ്ട്. മറ്റേ ആള് പറഞ്ഞത് എന്താ? പോസിറ്റീവും ഉണ്ട് നെഗറ്റീവും ഉണ്ട്, രണ്ടും ന്യൂട്രലായി പോകുന്നു മാത്രമാണ് പറഞ്ഞു വെച്ചത്. പക്ഷെ അടുത്ത ആള് വന്നിട്ട് പറഞ്ഞ് പോസിറ്റീവ് ചാർജ് എന്ന് പറയുന്നത് സെന്ററിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു, നെഗറ്റീവ് ചാർജ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് റിവോൾവിംഗ് ആണെന്ന് പറഞ്ഞു. എന്നാലും ഈ റൂദർഫോർഡിന് എന്തുണ്ടായി? കുറച്ച് ഡീമെറിറ്റ്സ് ഉണ്ടായി. ആ ഡീമെറിറ്റ്സ് ഉണ്ടായത് കൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് ആര് വന്നത്? ബോർ വന്നത്. അപ്പൊ എന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൂദർഫോർഡിന്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയായിരുന്നു? ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. ആറ്റത്തിന് ഒരു സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സ്റ്റേബിൾ പൊസിഷൻ ഉണ്ട്. അത് ആരെ എക്സ്പ്ലെയിൻ ചെയ്തില്ല? റൂദർഫോർഡ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് ഇപ്പോ റൂദർഫോർഡിന്റെ ആ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്തില്ല എന്ന് പറയുമ്പോൾ മീൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ന്യൂക്ലിയസ് എന്ന് പറഞ്ഞു.
അപ്പൊ ഇലക്ട്രോൺ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക, ഇലക്ട്രോൺ ഇങ്ങനെ ഇവിടെ കൂടെ റൊട്ടേറ്റ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഓരോ റൊട്ടേഷനിലും ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി റിലീസ് ആവും. അപ്പൊ ഓരോ റൊട്ടേഷനിലും ഇത് അടുത്തേക്ക് വരും, എനർജി റിലീസ് ആയിക്കൊണ്ടിരിക്കും, ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് വീഴും. മനസ്സിലായോ? അപ്പൊ ഓരോ റൊട്ടേഷനിലും ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്തോണ്ടിരിക്കുന്നു. അപ്പൊ ഓരോ റൊട്ടേഷൻ കഴിയുമ്പോഴും ആ ഇലക്ട്രോണിൽ നിന്ന് സം സോർട്ട് ഓഫ് എനർജി റിലീസ് ആവും. എനർജി റിലീസ് ആവും എന്ന് പറയുമ്പോൾ അത് കുറച്ചും കൂടെ ഇതിന്റെ അടുത്തേക്ക് വരും. അപ്പൊ പിന്നെയും ഈ ഒരു റൗണ്ട് റൊട്ടേറ്റ് ചെയ്ത് വരുമ്പോൾ അവിടെ നിന്നും കുറച്ച് എനർജി റിലീസ് ആവും, പിന്നെയും റൊട്ടേറ്റ് ചെയ്യുന്നു, അവിടെ നിന്നും കുറച്ച് എനർജി റിലീസ് ആവുന്നു. ഫൈനലി ദ ഇലക്ട്രോൺ ഗെറ്റ് കൊളാപ്സ്ഡ് ഇൻ ടു ദ ന്യൂക്ലിയസ്, ന്യൂക്ലിയസിന്റെ ഉള്ളിലേക്ക് വീഴുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് എന്താ ഒരു ഡീമെറിറ്റ് ആയിട്ട് വന്നത്. ഇലക്ട്രോൺ അതിന്റെ ഉള്ളിലേക്ക് വീഴാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയാം, ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്റ്റെബിലിറ്റി ഓഫ് ദ ആറ്റം. പിന്നെ അടുത്തൊരു ഡീമെറിറ്റ് എന്ന് പറയുന്നത് ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ ഫൈൻ സ്ട്രക്ചർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതൊരു സ്പെക്ട്രം, ഹൈഡ്രജൻ സ്പെക്ട്ര എന്ന് പറയുന്നതുകൊണ്ട് ഒരു സീരീസ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അത് നമുക്ക് ബോർ പറയുമ്പോൾ പറയാം, ബോറിന്റെ കൺസെപ്റ്റിൽ ബോർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ സീരീസ്, ബാൽമർ സീരീസ്, പാസ്റ്റിൻ സീരീസ്, ലെയ്മൻ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. അത് ആരും എക്സ്പ്ലെയിൻ ചെയ്തില്ല? റൂദർഫോർഡ് ചെയ്തില്ല. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന രണ്ട് ഡീമെറിറ്റ്സ്. അത് എഴുതിക്കോ. അപ്പൊ റൂദർഫോർഡിന്റെ ഇതോടെ കഴിഞ്ഞ് ഇനി നമുക്ക് വേണ്ടത് ബോറിന്റെ പറയേണ്ടത്. ബോറിന്റെ കാര്യത്തിൽ ഇനി എന്താ തന്നെ പറയാനുള്ളത്? ബോറിന്റെ കേസിൽ നമ്മളൊരു ടോട്ടൽ എനർജി കണ്ടുപിടിച്ച് വെക്കും, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി ഒക്കെ കണ്ടുപിടിക്കും. ഓക്കെ, എന്ത് നിർത്താം, എന്താ ആയോ? ഓക്കെ, എഴുതിക്കോ. റൂദർഫോർഡിന്റെ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ, ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ, ഡ്രോബാക്ക് ഓഫ് റൂദർഫോർഡ്സ് മോഡൽ. എഴുതിക്കോ. ഫസ്റ്റ് വൺ, he could not explain the stability of the atom. He could not explain the stability of the atom. He could not explain the stability of the atom. അതിന് തന്നെ താഴെയായിട്ടൊരു റീസൺ പോലെ എഴുതിക്കോ. According to the electromagnetic theory, 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 an accelerated particle emit radiation, emit energy in the form of radiation. An accelerated particle emit energy in the form of electromagnetic radiation. So the electron come closer to the nucleus. So the electron come closer to the nucleus. The entire model is collapsed. The entire model is collapsed. അതായത് ഓരോ റൊട്ടേഷനിലും എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുക? എനർജി റിലീസ് ആവും. ഇവിടെ വരെ എഴുതി. According to electromagnetic theory, an accelerated particle emit energy in the form of electromagnetic radiation. So when the electron come closer, the entire model is collapsed. The entire model closer to the nucleus, the entire model get collapsed. അടുത്തൊരു ഡ്രോബാക്ക്, he could not explain the discrete spectrum of atom. He could not explain the discrete spectrum of atom. He could not explain the discrete spectrum of atom. ഓക്കെ, അപ്പൊ അടുത്തത് റെക്കോർഡിങ്.
ഓക്കെ, അപ്പൊ നമ്മൾ റൂദർഫോർഡിന്റെ കഴിഞ്ഞു. ഇതാണ് റൂദർഫോർഡിന്റെ ഡെറിവേഷൻ. അടുത്ത ക്ലാസ്സിൽ ഒരു ഇതൊന്നും എഴുതാൻ പറ്റുമോ? സിമ്പിൾ ഒന്നുമില്ല. ആകെ എന്താ പറയാ, രണ്ട് ഫോഴ്സിനെ പറ്റി പറയാ, അവിടുന്ന് എന്തിലേക്ക് എത്തി, കൈനറ്റിക് എനർജിയിലേക്ക് എത്താം, പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് എത്താം. സിമ്പിൾ ആണ്. ഈ ചാപ്റ്റർ ഒക്കെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ഇനി ബോറിംഗ്, ഇനി പറയാനുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ബോറിന്റെ രണ്ട് പോസ്റ്റുലേറ്റ് പറയും. അതുപോലെ തന്നെ ബോറിന്റെ കൺസെപ്റ്റിൽ നിന്നും കൈനറ്റിക് എനർജി കണ്ടുപിടിക്കും, പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കും, ടോട്ടൽ എനർജി കണ്ടുപിടിക്കും. അതുപോലെ തന്നെ ആ സീരീസ് ഓഫ് ലൈൻസ്, ലെയ്മൻ ബാൽമർ പാഷൻ, അതും കൂടെ പറയാനുള്ളത്. അതോടെ ചാപ്റ്റർ തീരും. ചെറിയ ചാപ്റ്റർ ആണ്, ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. ബോറിന്റെ പോസ്റ്റുലേറ്റ്സ് ഒന്ന് പറഞ്ഞോട്ടെ ഞാൻ. ഓക്കെ, ബോറിന്റെ പോസ്റ്റുലേറ്റ് എന്താ, നമുക്ക് അറിയാവുന്ന കൺസെപ്റ്റ് തന്നെയാണ്. മെയിൻ ആയിട്ട് രണ്ട് പോസ്റ്റുലേറ്റാണ് നമുക്ക് നോക്കാനുള്ളത്. പോസ്റ്റുലേറ്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ഇപ്പൊ തൽക്കാലം. ഡെറിവേഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, പോസ്റ്റുലേറ്റ് എന്താ പറയുന്നത്? റൂദർഫോർഡ് പറഞ്ഞു ഇലക്ട്രോൺ ഉണ്ടെന്ന് മാത്രം പറഞ്ഞു. ഓക്കെ, എന്താ പറഞ്ഞ ബോർ എന്താ പറഞ്ഞ? അപ്പൊ ഇലക്ട്രോൺസ് റിവോൾവ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർട്ടൈൻ സ്പെസിഫിക് ഓർബിറ്റിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓർബിറ്റ്സിന് ഒരു പേരുണ്ട്, സബ് ഷെൽസിന് ഒരു പേര് പറഞ്ഞു. ഓരോ സർട്ടൈൻ സ്പെസിഫിക് ആയിട്ടുള്ള ഷെൽസിലാണ് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. KLMN ഓർബിറ്റൽസ്. ഓക്കെ, KLMN എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അടുത്ത ഒരു പോസ്റ്റുലേറ്റ് എന്ന് പറയുന്ന, അത് കേട്ടിട്ടില്ലേ? ഷെല്ലൊക്കെ പഠിച്ചിട്ടുള്ളല്ലേ കെമിസ്ട്രിയില്? K ഷെല്ല്, L, എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും, അതൊക്കെ നമുക്ക് അറിയാലോ. അപ്പോ ആരാണ് ഇതൊക്കെ പറഞ്ഞത്? ബോറാണ് പറഞ്ഞത്. അതായത് റൂദർഫോർഡ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ല. ബോർ വന്നിട്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. K ഷെല്ലിൽ ഇത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്യും, L ഷെല്ലിൽ ഇത്രയും, ഡിയിൽ എത്രയാ വരുന്നത്? അത്രയും. Kയിൽ എത്രയാ വരുന്നത്? 2. Lൽ എത്രയാ വരുന്നത്? 3. 2, 8, 10 ആ ഒരു ഓർഡറിൽ വരും. ഓക്കെ, അപ്പൊ KLMN ഷെല്ലിലാണ് ഇലക്ട്രോൺസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ വരുന്ന പോസ്റ്റുലേറ്റ് എന്താണെന്നറിയോ? അത് 9th പഠിച്ചതാ. പറഞ്ഞു, ആംഗുലർ മൊമെന്റം ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. h/2π. ഇതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള രണ്ട് പോസ്റ്റുലേറ്റ്സ്. ഈ പോസ്റ്റുലേറ്റ്സ് ജസ്റ്റ് എഴുതി വെച്ചോ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതുപോലെ തന്നെ ബോറിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എനർജി കണ്ടുപിടിക്കും. ഓക്കെ, എഴുതിക്കോ. അപ്പൊ അക്കോർഡിംഗ് ടു ബോർ മോഡൽ ഓഫ് ആറ്റം എന്ന ഹെഡിങ് കൊടുത്തോ. ബോർ മോഡൽ ഓഫ് ആറ്റം. Bohr model of atom. According to Bohr model of atom, the electrons can revolve only in certain stable orbits. Electrons can revolve only in certain stable orbits. Electrons can revolve around certain stable orbits, and these orbits have fixed energy, and these orbits have fixed energy, and they are called energy levels. അതിനെയാണ് നമ്മൾ ഓരോരോ എനർജി ലെവൽസ്. ബോറിന്റെ കൺസെപ്റ്റില് പോസ്റ്റുലേറ്റ്സിൽ മെയിൻ ആയിട്ട് പറയേണ്ട കാര്യമാണ് എനർജി ലെവൽസിനെ പറ്റി പറഞ്ഞു. ഓരോരോ എനർജി ലെവൽസ് ഉണ്ട്. ഓക്കെ, ആ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്താ പറയാ, KLMN എന്ന് പറയാം. അപ്പൊ കൺസെപ്റ്റ് മനസ്സിലായില്ല. മറ്റേ ആള് പറഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് അതൊന്നും പറഞ്ഞില്ല. പക്ഷെ ബോർ പറഞ്ഞപ്പോ ഇലക്ട്രോൺസ് ഓരോ ലെവൽസിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഇപ്പൊ കണ്ടോ, ഓരോരോ ലെവൽസ് ഉണ്ട്. ആ ഫിക്സ്ഡ് ഓർബിറ്റ്സിനെ നമ്മൾ പറയുന്നു എനർജി ലെവൽസ് എന്ന് പറയുന്നു. ഓക്കെ, ഓരോ എനർജി ലെവൽസിൽ കൂടെയാണ് മൂവ് ചെയ്യുന്നത്. ദേ ആർ നെയിംഡ് ആസ്, എവിടെ വരെ എഴുതി എനർജി ലെവൽസ് എന്ന് എഴുതിയ, ദേ ആർ നെയിംഡ് ആസ് KLMN. They are named as KLMN. 1, 2, 3. ഓക്കെ, 1, 2, 3, 4 എന്നുള്ള കൺസെപ്റ്റില് നമുക്ക് 4 എനർജി ലെവൽസ് ഉണ്ടെന്ന് പറഞ്ഞു. അടുത്തത് എഴുതിക്കോ. അടുത്തത് സെക്കൻഡ് പോസ്റ്റുലേറ്റ്. മെറ്റീരിയൽ തരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഞാൻ മെയിൻ കൺസെപ്റ്റ് മാത്രമേ പറഞ്ഞു പോകുന്നത്. അതിൽ അല്ലാതെ തന്നെ ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ എഴുതാനുള്ള പോയിന്റ്സ് കൂടെ പറയുന്നുണ്ട്. എനർജീസ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇലക്ട്രോൺസ് ഹാവ് സെയിം എനർജി ആസ് ദാറ്റ് ഓഫ് orbit which it is revolving. അതുപോലെ particular energy level, electron emit any radiation, does not emit radiation. മറ്റേത് നമ്മുടെ റൂദർഫോർഡിന്റെ കൺസെപ്റ്റ് അനുസരിച്ച് എന്താ പറഞ്ഞത്? ഓരോ എനർജി ലെവലിലും റേഡിയേഷൻ എമിറ്റ് ചെയ്തോണ്ടിരിക്കും. അതുകൊണ്ടല്ലേ അത് കൊളാപ്സ്ഡ് ആയി പോയത്. അപ്പൊ ബോർ അത് നെഗ്ലക്ട് ചെയ്തിട്ടാണ് ബോർ വന്നത്. അപ്പൊ ബോർ എന്താ പറയുന്നത്? റേഡിയേറ്റ് ചെയ്യത്തില്ല. ഓരോ എനർജി ലെവലിലും എന്ത് ചെയ്യത്തില്ല? റേഡിയേറ്റ് ചെയ്യത്തില്ല. അത് വേണമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. വൈൽ റിവോൾവിംഗ് ഇൻ എ പെർട്ടിക്കുലർ എനർജി ലെവൽ, പോസ്റ്റുലേറ്റിന്റെ തന്നെ സബ് ആയിട്ടൊരു പോയിന്റ് ഇട്ട് എഴുതിയാൽ മതി. വൈൽ റിവോൾവിംഗ് ഇൻ എ പെർട്ടിക്കുലർ എനർജി ലെവൽ, ഇലക്ട്രോൺ ഡസ് നോട്ട് എമിറ്റ് എനി റേഡിയേഷൻ.
Electron does not emit any radiation. ഓക്കെ, അതൊന്ന് മെയിൻ ആയിട്ട് ഓർത്ത് വെച്ചേക്കുക. ഇലക്ട്രോൺ റേഡിയേഷൻ എമിറ്റ് ചെയ്യത്തില്ല. പിന്നെ ഇലക്ട്രോൺ, ഇപ്പൊ ഇലക്ട്രോൺ ആണ് ഞാൻ വരച്ച് കാണിച്ചതെന്ന് വിചാരിക്കാം. ഇത് ഇലക്ട്രോൺ, ഒരു ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ്. ഓക്കെ, ഈ ഇലക്ട്രോണിന് കുറച്ച് എനർജി ഇലക്ട്രോൺ അബ്സോർബ് ചെയ്ത്, അല്ലെങ്കിൽ കുറച്ച് എനർജി റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുക. ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇത് എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അനദർ ലെവലിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഒന്നില്ലെങ്കിൽ ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് പോകും. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എങ്ങനെയാ വരുന്നത് അടുത്ത കൺസെപ്റ്റ് പറയുമ്പോൾ നമുക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇലക്ട്രോൺ ഒന്നില്ലെങ്കിൽ എനർജി അബ്സോർബ് ചെയ്യുക, അല്ലെങ്കിൽ റിലീസ് ചെയ്യുക. അബ്സോർബ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ റിലീസ് ചെയ്യുമ്പോഴും അത് അവിടെ തന്നെ നിൽക്കത്തില്ല. അബ്സോർബ് ചെയ്യുമ്പോൾ ഹയർ ലെവലിലേക്ക് പോകും, റിലീസ് ചെയ്യുമ്പോൾ ലോവർ ലെവലിലേക്ക് പോകും. അപ്പോൾ ഇലക്ട്രോൺ എനർജി അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഹയർ ലെവൽ അല്ലെങ്കിൽ ലോവർ ലെവലിലേക്ക് പോകും. അപ്പൊ അടുത്ത് എഴുതിക്കുക, ഇഫ് ദ ഇലക്ട്രോൺ absorb or emit energy, if the electron absorb or emit energy, it must move to different energy level. It must move to different energy level. It must move to different energy level. Okay, second postulate നമ്മൾ എന്താ പറഞ്ഞ? ഇലക്ട്രോൺ റിവോൾവ് ഓൺലി ഇൻ certain specific orbit in which angular momentum എന്താന്ന് പറഞ്ഞ is an integral multiple of h/2π. അപ്പൊ അതുകൂടെ എഴുതിക്കോ. സെക്കൻഡ് പോസ്റ്റ്ലേറ്റ്, ഇലക്ട്രോൺ revolve only in certain specific circular orbits. Electron revolve only in certain specific circular orbits in which angular momentum is an integral multiple of h/2π. ഇക്വേഷൻ ആയിട്ടൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇപ്പൊ ജസ്റ്റ് പോസ്റ്റ്ലേറ്റ് മാത്രമേ ഞാൻ പറഞ്ഞു തന്നെ. അവിടെ നമുക്ക് ഇപ്പൊ ഫസ്റ്റ് പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ചും സെക്കൻഡ് പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ചുമാണ് നമ്മൾ ഇനി എന്തിലേക്ക് പോവാ? ടോട്ടൽ എനർജി ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടെ പറയും. അപ്പൊ ഞാൻ ഇത് ഒന്നുകൂടെ പറഞ്ഞോളാം. ആൻഡ് ലാസ്റ്റ് വൺ ഒരെണ്ണം കൂടെ എഴുതിക്കോ. വൈൽ റിവോൾവിംഗ് ഇൻ ഹയർ എനർജി ലെവൽ, തേർഡ് പോസ്റ്റ്ലേറ്റ്. വൈൽ റിവോൾവിംഗ് ഇൻ ഹയർ എനർജി ലെവൽ എഴുതിക്കാനായിട്ട് പറഞ്ഞുതരാവേ. വൈൽ revolving in higher energy level, an electron may emit energy radiation. An electron may emit energy radiation of specific wavelength. An electron may emit energy radiation of specific wavelength and falls to lower energy level. അപ്പൊ എന്താ പറഞ്ഞ? ഹയർ ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണെങ്കിൽ എനർജി എമിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് എങ്ങോട്ട് വരും? അടുത്ത ലെവലിലേക്ക് വരും. ഓക്കെ, ദ എനർജി ഓഫ് സച്ച് ഫോട്ടോൺ മീൻസ് എനർജി തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പാക്കറ്റ് ഓഫ് എനർജി, ഫോട്ടോൺ. ദ എനർജി ഓഫ് സച്ച് ഫോട്ടോൺ is equal to difference in two energy levels. The energy of such photon is equal to difference in two energy level. അതായത് ഹയർ ലെവലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺ എനർജി എമിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും? ഇതാണ് സെക്കൻഡ് ലെവൽ എന്ന് വിചാരിക്കാം. സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ ഹയർ ലെവലാണ്. സെക്കൻഡ് ഉണ്ട്, ഇവിടെ നോക്കുക, ലെവൽ ഉണ്ട്. ഇത് ഹയർ ലെവൽ E3, ഇത് സെക്കൻഡ് ലെവൽ E2, ദെൻ അടുത്ത ലെവൽ E1. ഓർബിറ്റ്സ് ഞാൻ വരച്ച് കാണിക്കുമ്പോൾ ഇങ്ങനെ വരുന്നേ ഉള്ളൂ. ഇപ്പൊ ഇങ്ങനെ ഇരിക്കും. ദിസ് ഇസ് E3, ദിസ് ഇസ് E2 ആൻഡ് ദിസ് ഇസ് E1. ഇങ്ങനെ ഇരിക്കും എന്ന് വിചാരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞ കൺസെപ്റ്റ് അനുസരിച്ച് വൈൽ റിവോൾവിംഗ് ഇൻ ഹയർ എനർജി ലെവൽ എന്താ സംഭവിക്കുക? എനർജി എമിറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് വരും എന്ന് പറഞ്ഞ് ലോവർ ലെവലിലേക്ക് വരും, അല്ലെങ്കിൽ E2ലേക്ക് വരും എന്ന് വിചാരിക്കുക.
E2ലേക്ക് വരും. അപ്പൊ ദാറ്റ് അവിടുത്തെ ഉള്ള ഫോട്ടോന്റെ എനർജി എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? E is equal to difference in energy of two levels. അപ്പൊ ഇപ്പൊ നമ്മൾ എഴുതാനാണെങ്കിൽ E is equal to E2 minus E3യിൽ നിന്ന് E2 സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അല്ല ജനറൽ എഴുതാനാണെങ്കിൽ En is equal to E2n അല്ലെങ്കിൽ En2 minus En1. ഓക്കെ, n മീൻസ് nth ലെവലാന്ന് കാണിക്കാൻ വേണ്ടി കൊടുത്തേക്കുന്നു. എഴുതിക്കോ. E is equal to En2 minus En1. നിങ്ങൾ എനർജിക്ക് ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? hc/λ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതാം. ഇത് ജസ്റ്റ് പോസ്റ്റ്ലേറ്റ് പറയുമ്പോൾ മാത്രം മതി, ബാക്കി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പഠിപ്പിക്കും. ജസ്റ്റ് തൽക്കാലം പോസ്റ്റ്ലേറ്റ് മനസ്സിലാക്കി വെക്കുക. hc/λ is equal to En2 minus En1.